ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനപ്പെട്ട കുറേയേറെ ടോപ്പിക്സ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 13th ആൻഡ് 14th ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ പറ്റിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറേയേറെ പോയിന്റ്സ് കേരള PSC, SSC, കാസ്, UPSC എക്സാംസിൽ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ്. സോ നമുക്ക് അദ്ദേഹത്തിലൂടെ ആ ടോപ്പിക്സ് ഒക്കെ പഠിച്ചെടുക്കാം. 2024 ഡിസംബർ 26 അന്തരിച്ച ഇദ്ദേഹത്തെയും ഇതുപോലെ 2024 അന്തരിച്ച പ്രധാനപ്പെട്ട മറ്റ് വ്യക്തിത്വങ്ങളെ പറ്റിയും അനുബന്ധ വസ്തുതകളും ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യൻ എക്കണോമിസ്റ്റും പൊളിറ്റീഷ്യനുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വെസ്റ്റ് പഞ്ചാബിൽ ഗാ എന്ന പ്രദേശത്ത് 1932 സെപ്റ്റംബർ 26 ഉണക്കപ്പഴ വ്യാപാരികളുടെ കുടുംബത്തിൽപ്പെട്ട ഗുർമുഖ് സിംഗ് കോഹ്ലിയുടെയും അമൃത് കൗറിന്റെ മകനായിട്ടാണ് ജനിച്ചത്. വളരെ ചെറുപ്പത്തിലെ തന്നെ അമ്മ മരിച്ചുപോയതിനാൽ പിതൃ സഹോദരിയായ ജംന ദേവിയാണ് ഇദ്ദേഹത്തെ വളർത്തിയത്. ഒരു പ്രാദേശിക ഗുരുദ്വാരയിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങിയ ഡോക്ടർ മൻമോഹൻ സിംഗ് ഉറുദുവും പഞ്ചാബും പഠിച്ചെടുത്തു. ശേഷം ഒരു പ്രാദേശിക സർക്കാർ പ്രൈമറി സ്കൂളിൽ 10 വയസ്സുവരെ ഉറുദു മീഡിയം വിദ്യാഭ്യാസം തുടർന്ന ഇദ്ദേഹം ശേഷം പെഷവാറിലേക്ക് മാറുകയും അവിടെ നിന്ന് അപ്പർ പ്രൈമറി ഖൽസ സ്കൂളിൽ വിദ്യാഭ്യാസം തുടരുകയും ചെയ്തു. 1947 ഇദ്ദേഹം തന്റെ മെട്രിക്കുലേഷൻ പൂർത്തിയാക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി പദവിയിലിരിക്കുമ്പോൾ പോലും ഡോക്ടർ മൻമോഹൻ സിംഗ് തന്റെ ഹിന്ദി പ്രസംഗങ്ങൾ ഉറുദു ലിപിയിലാണ് എഴുതിയിരുന്നത്. എന്നാലും തന്റെ മാതൃഭാഷയായ പഞ്ചാബി എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഗുർമുഖി ലിപിയും ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നു. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇന്ത്യയിലെ തന്നെ ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലേക്കാണ് ഇദ്ദേഹവും കുടുംബവും കുടിയേറുന്നത്. തുടർന്ന് 1948 അമൃത്സറിലേക്കും മാറി. അവിടുത്തെ ഹിന്ദു കോളേജിൽ പഠനം തുടർന്ന ഇദ്ദേഹം പഞ്ചാബ് സർവകലാശാലയിലും പിന്നീട് പഞ്ചാബിലെ തന്നെ ഹോഷിയാർപൂരിലും എക്കണോമിക്സ് എന്ന വിഷയത്തിൽ കൂടുതൽ അറിവുകൾ കരസ്ഥമാക്കി. 1952-54 കാലഘട്ടങ്ങളിലായി ബിരുദവും ബിരുദാനന്ത ബിരുദവും നേടിയ ഇദ്ദേഹം 1957 ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് എക്കണോമിക്സിൽ കൂടുതൽ പഠനം നടത്തുകയും ശേഷം ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഇദ്ദേഹം പഞ്ചാബ് സർവകലാശാലയിൽ അധ്യാപകനായും പ്രവർത്തിച്ചു. 1960 ഇംഗ്ലണ്ടിലെ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ PhD കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം വീണ്ടും ഇന്ത്യയിലേക്ക് മടങ്ങുകയും 1957-59 വരെ പഞ്ചാബ് സർവകലാശാലയിൽ എക്കണോമിക്സിൽ സീനിയർ ലെക്ചറുമായിരുന്നു ഇദ്ദേഹം. 1966-69 വരെ UNCTAD ഓർ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയും തുടർന്ന് എക്കണോമിക്സിലുള്ള ഇദ്ദേഹത്തിന്റെ ടാലന്റ് മനസ്സിലാക്കിയ ഇന്ത്യൻ പൊളിറ്റീഷ്യനും റെയിൽവേ മിനിസ്റ്ററുമായി പ്രവർത്തിച്ചിരുന്ന ലളിത് നാരായൺ മിശ്ര ഇദ്ദേഹത്തെ വിദേശ വ്യാപാര മന്ത്രാലയത്തിന്റെ അഡ്വൈസറായും നിയമിച്ചു. 1969-71 വരെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഇന്റർനാഷണൽ ട്രേഡ് വിഭാഗത്തിൽ പ്രൊഫസറായും ഡോക്ടർ മൻമോഹൻ സിംഗ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1972 സിംഗ് ധനകാര്യ മന്ത്രാലയത്തിൽ മുഖ്യ സാമ്പത്തിക അഡ്വൈസറും 1976 ധനകാര്യ മന്ത്രാലയത്തിൽ സെക്രട്ടറിയുമായിരുന്നു. 1980-82 കാലഘട്ടത്തിൽ പ്ലാനിംഗ് കമ്മീഷനിലും 1982 ധനകാര്യ മന്ത്രിയായിരുന്ന പ്രണബ് മുഖർജിയുടെ കീഴിൽ RBIയുടെ ഗവർണറായി 1985 വരെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1985-87 വരെ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു ഇദ്ദേഹം. ശേഷം 1987 മുതൽ 1990 വരെ സ്വിറ്റ്സർലൻഡിലെ ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻഡിപെൻഡന്റ് എക്കണോമിക് പോളിസി തിങ്ക് ടാങ്കിന്റെ സെക്രട്ടറി ജനറലായും പ്രവർത്തിച്ചു. 1990 അവിടെ നിന്നും തിരിച്ച ഇദ്ദേഹം ശ്രീ ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക കാര്യ ഉപദേഷ്ടാവായും തുടർന്ന് 1991 UGC അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനിൽ ചെയർമാനായും പ്രവർത്തിച്ചു. ഇതേ വർഷം തന്നെ ഇദ്ദേഹത്തെ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു തന്റെ ധനകാര്യമന്ത്രിയായും തെരഞ്ഞെടുത്തു. 1991-96 കാലഘട്ടത്തിലേക്കായിരുന്നു ഈ ഒരു നിയമനം. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. ധനക്കമ്മി മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 8.5% പേയ്മെന്റ് ബാലൻസ് കമ്മി വളരെ വലുതും കറന്റ് അക്കൗണ്ട് കമ്മി ഇന്ത്യയുടെ GDPയുടെ 3.5% കൂടാതെ ഇന്ത്യയുടെ വിദേശ കരുതൽ ശേഖരം കഷ്ടിച്ച് $1 ബില്യൺ ഇത് 2 ആഴ്ചത്തെ ഇറക്കുമതിക്ക് മാത്രമേ തികയുമായിരുന്നുള്ളൂ. ഇത്തരത്തിൽ ഇന്ത്യ ഒരു സാമ്പത്തിക തകർച്ചയുടെ വക്കിലായിരുന്നു. സംസ്ഥാന നിയന്ത്രിതവും കർശനമായി നിയന്ത്രിക്കപ്പെട്ടതുമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഉയർന്ന പണപ്പെരുപ്പം, സുസ്ഥിരമല്ലാത്ത ധനക്കമ്മി എന്നിവയുൾപ്പെടെ നിരവധി വെല്ലുവിളി അഭിമുഖീകരിച്ചപ്പോൾ 1991 കേന്ദ്ര ബജറ്റിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാൻ ലക്ഷ്യമിട്ട് നിരവധി സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇദ്ദേഹം അവതരിപ്പിച്ചു. ഈ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയിൽ നടത്തിപ്പോരുന്ന പല നിയന്ത്രണങ്ങളും നീക്കം ചെയ്യണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെടുകയും എല്ലാവരുടെയും എതിർപ്പിനെ മറികടന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ നിയന്ത്രണങ്ങൾ നീക്കാൻ ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു അനുവദിക്കുകയും ചെയ്തു. തുടർന്ന് ഒരു വിപ്ലവം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു. ഇന്ത്യയുടെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും സ്വാധീനമുള്ള ശില്പികളിൽ ഒരാളായി മാറിയ ഇദ്ദേഹം സ്വകാര്യ ബിസിനസ്സുകളുടെ ഉയർച്ചയെ നിയന്ത്രിക്കുന്ന ദ ലൈസൻസ് രാജ്,
ഓർ പെർമിറ്റ് രാജ് എന്ന നിയമം ഇല്ലാതാക്കുകയും സമ്പദ് വ്യവസ്ഥയുടെ മേലുള്ള സംസ്ഥാന നിയന്ത്രണം കുറയ്ക്കുകയും ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയിരുന്ന നികുതിയിലും കുറവ് വരുത്തി. രൂപയുടെ മൂല്യം കുറയ്ക്കൽ, നിരവധി വ്യവസായങ്ങളുടെ മേലുള്ള സർക്കാർ കുത്തക കുറയ്ക്കൽ, സർക്കാർ നടത്തുന്ന വ്യവസായങ്ങൾ സ്വകാര്യവൽക്കരിക്കൽ, വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കൽ എന്നിവ ചില പരിഷ്കാരങ്ങളിൽ പെടുന്നു. ഇന്ത്യയിൽ ഉയർന്ന സാമ്പത്തിക വളർച്ചയുടെ ഒരു യുഗത്തിന് തുടക്കമിട്ടതായി മാറി ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിന്റെ നടപടികൾ. ഇതോടെ റാവു സിംഗ് കൂട്ടുകെട്ടിലൂടെ ഇന്ത്യയിൽ ഇത്തരത്തിലൊരു പുതിയ സമ്പദ് വ്യവസ്ഥയെ തുറക്കുന്നതിനും ഇന്ത്യയുടെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറ്റുന്നതിനുമുള്ള നയങ്ങളും നടപ്പിലാക്കി. FDI ഓർ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ കൂടുതൽ സുതാര്യമാക്കുകയും പൊതുമേഖലാ കമ്പനികളുടെ സ്വകാര്യവൽക്കരണ പ്രക്രിയയ്ക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങളൊക്കെ നടത്തിയിട്ടും മറ്റു മേഖലകളിൽ റാവു സർക്കാരിന്റെ മികവ് കുറഞ്ഞു പോയതിനാൽ 1996 റാവു സർക്കാർ വോട്ടെടുപ്പിൽ നിന്ന് പുറത്താവുകയാണുണ്ടായത്. 1991 ആസാം സംസ്ഥാന നിയമസഭയിലൂടെ ഡോക്ടർ മൻമോഹൻ സിംഗ് ആദ്യമായി പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്തപ്പോൾ 1995, 2001, 2007, 2013 വർഷങ്ങളിൽ വീണ്ടും തെരഞ്ഞെടുക്കുകയുണ്ടായി. ശേഷം 1998, 2004 വരെ BJP സർക്കാരിന്റെ ഭരണസമയത്ത് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായും ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രവർത്തിച്ചിട്ടുണ്ട്. 2004 മെയ് മാസത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ BJPയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് പാർട്ടി വിജയിച്ചെങ്കിലും കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഭാര്യയുമായിരുന്ന സോണിയാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനം നിരസിക്കുകയും പകരം സിംഗിനെ ആ സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്യുകയുമുണ്ടായി. അതിനെ തുടർന്ന് 2004 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭയിൽ നാടകീയമായ ഇത്തരത്തിലുള്ള രംഗങ്ങൾക്ക് ശേഷം 2004 മെയ് 19 ന്യൂഡൽഹിയിൽ വെച്ച് അടുത്ത സർക്കാർ രൂപീകരിക്കുന്നതിന് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയെ നിയമിക്കാൻ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന APJ അബ്ദുൽ കലാം അധികാരപ്പെടുത്തുകയും ചെയ്തു. പ്രധാനമന്ത്രിയായിരുന്ന കാലത്തും ഇദ്ദേഹം ഇന്ത്യൻ വിപണിയിലെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും തുടർന്ന് 2007 ഇന്ത്യ അതിന്റെ ഏറ്റവും ഉയർന്ന GDP വളർച്ചാ നിരക്ക് 9% എന്നത് കൈവരിക്കുകയും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന രണ്ടാമത്തെ പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുകയും ചെയ്തു. 2005 സിംഗ് സർക്കാർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ഓർ MGNREGA ആരംഭിച്ചു. ഇതൊരു കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഏതൊരംഗത്തിനും സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുകയും ഒരു തൊഴിലാളിയുടെ വീടിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ തൊഴിൽ നൽകണമെന്നും ഈ നിയമം അനുശാസിക്കുന്നു. അപേക്ഷ നൽകി 15 ദിവസത്തിനുള്ളിൽ ജോലി ലഭിച്ചില്ലെങ്കിൽ മാത്രം തൊഴിലാളികൾക്ക് തൊഴിലില്ലായ്മ വേതനം ലഭിക്കാനും ഈ ഒരു നിയമം വഴി അർഹതയുണ്ട്. വാജ്പേയിയുടെ സർക്കാർ ആരംഭിച്ച ദി ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന ഇന്ത്യയിലെ മേജർ സിറ്റികളെ കണക്ട് ചെയ്തിരുന്ന നാഷണൽ ഹൈവേ നെറ്റ്വർക്ക് ഇദ്ദേഹത്തിന്റെ കാലത്തും തുടർന്നു. ബാങ്കിങ്, ധനകാര്യ മേഖലകളെയും പൊതുമേഖലകളെയും കൂടാതെ കമ്പനികളെയും ഉടച്ചുവാർക്കുന്നതിൽ ഇദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. കർഷകരെ അവരുടെ കടത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനായും വ്യവസായ അനുകൂല നയങ്ങൾക്കായും ഇദ്ദേഹത്തിന്റെ ധനകാര്യ മന്ത്രാലയം അതീവ ജാഗ്രത പുലർത്തിയിരുന്നു. 2005 ഇദ്ദേഹത്തിന്റെ സർക്കാർ സെയിൽസ് ടാക്സ് ഓർ വിൽപ്പന നികുതിക്ക് പകരം മൂല്യവർദ്ധിത നികുതി ഓർ വാല്യൂ ആഡഡ് ടാക്സ് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ 2007-2008 തുടക്കകാലത്ത് റിയൽ എസ്റ്റേറ്റ് ബബിൾസ്, പ്രോപ്പർട്ടി ബബിൾ, ഹൗസ് ബബിൾ, റെസിഡൻഷ്യൽ മാർക്കറ്റ്സ് ഇടിഞ്ഞതിന്റെ ഫലമായും US ഹൗസിംഗ് പോളിസികളും ഫിനാൻഷ്യൽ റെഗുലേഷനിലെ ലിമിറ്റേഷൻസ് മൂലവും ഉണ്ടായ സാമ്പത്തിക മാന്ദ്യം ഇന്ത്യയെ സാരമായി ബാധിച്ചിരുന്നു. 2005 സിംഗിന്റെ സർക്കാർ ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം ഓർ NHRM ആരംഭിക്കുകയും ഇതിനായി 500,000 കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സിനെ നിയമിക്കുകയും ചെയ്തു. കൂടാതെ 2006 എയിംസ്, IIT, IIM, മറ്റ് കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലെ 27% സീറ്റുകൾ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കായി റിസർവേഷൻ നടത്തുകയും എന്നാൽ ഇത് 2006 ഇന്ത്യൻ സംവരണ വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. 2009 സിംഗ് സർക്കാർ RTE ഓർ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് ഓർ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഓർ വിദ്യാഭ്യാസ അവകാശ നിയമവും അവതരിപ്പിച്ചു. ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഗുജറാത്ത്, ഒറീസ, പഞ്ചാബ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 8 IITകളും ആരംഭിച്ചു. കൂടാതെ നിരക്ഷരതയ്ക്കെതിരെ ശബ്ദമുയർത്താനായി ഇന്ത്യയിലുടനീളം പ്രധാനമായും ഗ്രാമപ്രദേശങ്ങളിൽ ഉച്ചഭക്ഷണം ആരംഭിക്കുന്നതിനും സ്കൂളുകൾ തുറക്കുന്നതുമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന സർവ്വശിക്ഷ അഭിയാൻ പരിപാടിയും ഇദ്ദേഹത്തിന്റെ ഗവൺമെന്റ് തുടർന്നുപോയി. UAPA ഓർ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ഭേദഗതി വരുത്തിക്കൊണ്ട് സിംഗ് സർക്കാർ ഭീകരവിരുദ്ധ നിയമങ്ങൾ ശക്തിപ്പെടുത്തി. 2008 നവംബർ 26 മുതൽ 29 വരെ മുംബൈയിലെ പല സ്ഥലങ്ങളിലായി നടന്ന ഭീകരാക്രമണങ്ങൾ താജ് ഹോട്ടൽ ഉൾപ്പെടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്തുണ്ടായ നിർണായക നിമിഷങ്ങളായിരുന്നു. 170-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളെയും ദേശീയ സുരക്ഷാ തന്ത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിട്ടു.
ആക്രമണങ്ങൾക്ക് ശേഷം US ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന് സമാനമായ നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഓർ NIA സ്ഥാപിച്ചു. ഇന്ത്യയുടെ ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ള നിരവധി നടപടികൾ ഇത്തരത്തിൽ സിംഗ് സർക്കാർ സ്വീകരിച്ചു. 2008 മുംബൈ ഭീകരാക്രമണത്തെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 2009 ദേശീയ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഗവേണൻസ് സുഗമമാക്കുന്നതിനും മൾട്ടിപർപ്പസ് നാഷണൽ ഐഡന്റിറ്റി കാർഡും നടപ്പിലാക്കി. കാശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായുള്ള വൻതോതിലുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഇദ്ദേഹത്തിന്റെ കാലത്ത് തുടങ്ങിയെങ്കിലും കുറച്ചു കാലം അത് വിജയിച്ചെങ്കിലും 2009 കാശ്മീർ പ്രദേശത്ത് വീണ്ടും നുഴഞ്ഞുകയറ്റവും ഭീകരതയും വർദ്ധിക്കാൻ തുടങ്ങി. എന്നിരുന്നാലും ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഭീകരത കുറയ്ക്കാൻ നന്നേ കഴിഞ്ഞിരുന്നു. 2005 NREGA വിവരാവകാശ നിയമവും ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പാർലമെന്റ് പാസാക്കുകയും NREGAയുടെ ഫലപ്രാപ്തി വിവിധ തലങ്ങളിൽ ഗുണകരമായെങ്കിലും മറ്റു പല പ്രദേശങ്ങളിലും അഴിമതിക്കെതിരെ നിയമം എന്ന RTI നിയമം വേണമെന്ന ആവശ്യകതയിലേക്ക് എത്തി. വിധവകൾ, ഗർഭിണികൾ, ഭൂരഹിതർ എന്നിവർക്കായി സാമ്പത്തികപരമായ പല ആനുകൂല്യങ്ങളും ഇദ്ദേഹത്തിന്റെ സർക്കാർ നടപ്പിലാക്കി. ദി റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് 2013 എന്ന നിയമം 2014 ജനുവരി 1 പ്രാബല്യത്തിൽ കൊണ്ടുവരാനും ഇദ്ദേഹത്തിന്റെ ഗവൺമെന്റിന് സാധിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21A പ്രകാരം ഇന്ത്യയിൽ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ 2009 ഓഗസ്റ്റ് 4 കുട്ടികളുടെ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നടപ്പിലാക്കി. 2010 ഏപ്രിൽ 1 ഈ നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും മൗലിക അവകാശമാക്കി മാറ്റിയ 135 രാജ്യങ്ങളിൽ ഒന്നായി മാറി ഇന്ത്യ. അതും സിംഗിന്റെ ഭരണകാലത്തെ ഒരു പ്രധാനപ്പെട്ട ഇൻസിഡന്റ് ആയിരുന്നു. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഓർ PRCയുമായുള്ള അതിർത്തി തർക്കം അവസാനിപ്പിക്കാൻ സിംഗിന്റെ ഭരണകാലത്ത് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. 4 പതിറ്റാണ്ടിലേറെയായി അടച്ചിട്ടിരുന്ന നാഥുല പാസ് 2006 വീണ്ടും തുറന്നതാണ് ചൈന ഇന്ത്യൻ ബന്ധത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ്. 2010 കണക്കനുസരിച്ച് PRC ഓർ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയായിരുന്നു. കൂടാതെ അഫ്ഗാനിസ്ഥാനുമായും ഇന്ത്യക്കുള്ള ബന്ധം മെച്ചപ്പെട്ടു. അമേരിക്കയുമായും സിംഗ് ഊഷ്മളമായ ബന്ധം ശക്തിപ്പെടുത്തി. ഇതിനെ തുടർന്ന് ഇൻഡോ-US സിവിലിയൻ ആണവ കരാറിനെ കുറിച്ചും ഒരു ധാരണയിലെത്തി. ഇവ കൂടാതെ ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായുള്ള ബന്ധം സിംഗിന്റെ സർക്കാർ മെച്ചപ്പെടുത്തി. ഇറാനുമായുള്ള ബന്ധം തുടർന്നതും ഇദ്ദേഹത്തിന്റെ ഭരണകാലത്തെ മറ്റൊരു ഇൻസിഡന്റ് ആയിരുന്നു. ഇസ്രയേലുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും സിംഗ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. 2009 ബ്രിക്സ് എന്ന ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ സ്ഥാപിക്കാൻ സിംഗും പങ്കാളിയായി. തുടർന്ന് 2009 മുതൽ 2014 വരെ വീണ്ടും ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയെ തുടർന്നു. 1962 ജവഹർലാൽ നെഹ്റുവിന് ശേഷം 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ പ്രൈം മിനിസ്റ്റർ കൂടിയായിരുന്നു സിംഗ്. ഈ ഭരണകാലത്താണ് 2G സ്പെക്ട്രം കേസ്, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി തുടങ്ങിയ പ്രശ്നങ്ങൾ സിംഗിന്റെ സർക്കാരിന് നേരിടേണ്ടി വന്നത്. 2014 മെയ് 17 ഇദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം ഔദ്യോഗികമായി അവസാനിച്ചത്. ശേഷം അടുത്ത പ്രധാനമന്ത്രിയായി 2014 മെയ് 26 ശ്രീ നരേന്ദ്രമോദി സ്ഥാനമേൽക്കുന്നതുവരെ ഇദ്ദേഹം ആക്ടിംഗ് പ്രധാനമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. 2010 ലോകത്തിലെ ഏറ്റവും ശക്തരായ ആളുകളുടെ ഫോർബ്സ് എന്ന ബിസിനസ് മാഗസിന്റെ പട്ടികയിൽ സിംഗിന് 18ാം സ്ഥാനമായിരുന്നു. ടൈം മാഗസിൻ സിംഗിനെ വലിയ ശക്തികളുടെ നിരയിലേക്ക് ഇന്ത്യയെ നയിക്കുന്നു എന്നും വിശേഷിപ്പിച്ചു. 2020 പുറത്തിറങ്ങിയ തന്റെ ഓർമ്മക്കുറിപ്പായ എ പ്രോമിസ്ഡ് ലാൻഡിൽ മുൻ US പ്രസിഡന്റായ ബറാക് ഒബാമ സിംഗിനെ ബുദ്ധിമാനും ചിന്താശേഷിയുള്ളവനും സൂക്ഷ്മതയുള്ളവനും സത്യസന്ധനുമായ വ്യക്തിയെന്നും വിശേഷിപ്പിച്ചു. 1958 ഗുർശരൺ കൗറിനെ വിവാഹം കഴിക്കുകയും ഇവർക്ക് 3 പെൺമക്കൾ ഉണ്ടാവുകയും ചെയ്തു. പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്ന ഇദ്ദേഹം മരണം വരെ ന്യൂഡൽഹിയിലെ മോട്ടിലാൽ നെഹ്റു മാർഗിലായിരുന്നു താമസിച്ചിരുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ പത്മവിഭൂഷൺ 1987 ഇദ്ദേഹത്തിന് രാജ്യം നൽകുകയുണ്ടായി. കൂടാതെ മറ്റ് നേഷൻസ് ബഹുമതികളായ ഓർഡർ ഓഫ് കിങ് അബ്ദുൽ അസീസ് 2010 ഓർഡർ ഓഫ് ദ പൗലോനിയ ഫ്ലവേഴ്സ് അവാർഡ് 2014 ജപ്പാൻ സർക്കാരും നൽകുകയുണ്ടായി. കൂടാതെ നിരവധി മറ്റു ബഹുമതികളും പ്രധാനപ്പെട്ട മാഗസിൻസിൽ ഇദ്ദേഹത്തിന്റെ കഴിവുകളെ പ്രകീർത്തിച്ചുകൊണ്ട് പല ആർട്ടിക്കിൾസും വന്നിട്ടുണ്ട്. ഒന്നിലധികം കാർഡിയാക് ബൈപ്പാസ് സർജറിക്ക് വിധേയനായി ഇദ്ദേഹത്തിന് അതിന്റേതായ ശാരീരിക ബുദ്ധിമുട്ടുകളും പിന്നീട് COVID-19 പിടിപെടുകയും തുടർന്നുള്ള ശാരീരിക ബലഹീനത മൂലം 2026 ഡിസംബർ 26 അന്തരിക്കുകയും ചെയ്തു. 2019 സിംഗിന്റെ ജീവിതത്തെ ആസ്പദമാക്കി വിജയ് ഗുട്ടെ സംവിധാനവും മായങ്ക് തിവാരി രചനയും നിർവഹിച്ച് അനുപം ഖേർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ബോളിവുഡ് ചിത്രമാണ് ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ. സഞ്ജയ് ബാരു എന്ന പൊളിറ്റിക്കൽ കമന്റേറ്ററിന്റെ ഓർമ്മക്കുറിപ്പുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ചിത്രം. ഇന്ത്യൻ പൊളിറ്റിക്കൽ ചരിത്രത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്ത ഒരു വ്യക്തിത്വമായി ഡോക്ടർ മൻമോഹൻ സിംഗ് തന്റെ ബുദ്ധിപരമായ, ആശയപരമായ, പ്രവൃത്തിപരമായ കഴിവുകളാൽ ഇന്നും ജാതി മത രാഷ്ട്രഭേദമന്യേ ജനമനസ്സുകളിൽ ശോഭിക്കുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വ്യക്തിജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെ പറ്റിയുമുള്ള ഈ ഒരു വിവരണത്തിൽ ഒരുപാട് പോയിന്റ്സ് കേരള PSC, SSC, CAS, UPSC എക്സാംസിലെ സ്ഥിര
സാന്നിധ്യമായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. സോ ആ ഓരോ ടോപ്പിക്സും 1 by 1 ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്ത്യയുടെ 13ാമത്തെയും 14ാമത്തെയും പ്രൈം മിനിസ്റ്ററായിട്ട് 2004 മുതൽ 2014 വരെ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഈ ഒരു പോയിന്റിൽ നിന്നും നമുക്ക് ഇന്ത്യൻ ചരിത്രത്തിലെ ഇതുവരെയുള്ള ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഇന്ത്യൻ സർക്കാരിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. എന്താണ്? ഇന്ത്യൻ സർക്കാരിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. അതുപോലെ കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇന്ത്യൻ സർക്കാരിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയുടെ ചെയർമാൻ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും ആര് തന്നെയാണ്? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ്. സോ ഈ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ്. അപ്പോൾ ഈ രാഷ്ട്രപതി എന്ന് പറയുന്ന വ്യക്തിയുടെ റോൾ എന്താണ്? ഇദ്ദേഹമാണ് രാഷ്ട്രത്തിന്റെ തലവൻ. ഓക്കെ, അപ്പൊ രാഷ്ട്രത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാഷ്ട്രപതി. അതുപോലെ ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നൊരു സ്ഥാനവും ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. അപ്പൊ ഇന്ത്യയുടെ പ്രഥമ പൗരൻ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാഷ്ട്രപതി. ഈ രാഷ്ട്രപതിയാണ് ആരെ നിയമിക്കുന്നത്? പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യൻ സർക്കാരിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭയുടെ ചെയർമാനാണ്. ഭരണഘടനാപരമായ രാഷ്ട്രത്തലവനാണ് ഇന്ത്യൻ പ്രസിഡന്റ് എങ്കിലും പ്രായോഗികമായും ഇന്ത്യൻ സർക്കാരിന്റെ എക്സിക്യൂട്ടീവ് അധികാരം പ്രധാനമന്ത്രിയിലും തിരഞ്ഞെടുത്ത മന്ത്രിമാരുടെ കൗൺസിലിനുമാണ്. എന്താണ്? ഭരണഘടനാപരമായ രാഷ്ട്രത്തലവനാണ് ആര്? ഇന്ത്യൻ പ്രസിഡന്റ്. എങ്കിൽ പോലും പ്രായോഗികമായും ഇന്ത്യൻ സർക്കാരിന്റെ എക്സിക്യൂട്ടീവ് അധികാരം ആരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്? പ്രധാനമന്ത്രിയിലും അതുപോലെ തന്നെ തെരഞ്ഞെടുത്ത മന്ത്രിമാരുടെ കൗൺസിലിനുമാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടി തെരഞ്ഞെടുക്കുന്ന നേതാവാണ് പ്രധാനമന്ത്രിയായിട്ട് മാറുന്നത്. എന്താണ്? ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടി തെരഞ്ഞെടുക്കുന്ന നേതാവാണ് ആരായിട്ട് മാറുന്നത്? പ്രധാനമന്ത്രിയായിട്ട് മാറുന്നത്. ഇനി നമ്മൾ നോക്കുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് രാഷ്ട്രപതി എന്ന് പറഞ്ഞു. സോ ഈ മുൻഗണനാ ക്രമത്തിലെ നമുക്ക് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു സ്ഥാനങ്ങൾ നമുക്കൊന്ന് നോക്കിപ്പോവാം. ഇന്ത്യയുടെ പ്രഥമ പൗരൻ രാഷ്ട്രപതിയാണ്, അതായത് പ്രസിഡന്റ് ആണ്. സെക്കൻഡ് ആയിട്ട് വരുന്നത് വൈസ് പ്രസിഡന്റ്, അതിനുശേഷം പ്രൈം മിനിസ്റ്റർ, ദെൻ ഗവർണർമാര്, ലിവിംഗ് ഫോർമർ പ്രസിഡന്റ്, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, സ്പീക്കർ ഓഫ് ലോക്സഭ, യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ചീഫ് മിനിസ്റ്റേഴ്സ്, വൈസ് ചെയർപേഴ്സൺ ഓഫ് നീതി ആയോഗ്, ലിവിംഗ് ഫോർമർ പ്രൈം മിനിസ്റ്റർ, രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്, ഭാരതരത്ന ലഭിച്ച ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ. സോ എന്നിങ്ങനെയാണ് ഈ പദവി പ്രകാരമുള്ള വ്യക്തികളുടെ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. സോ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. എങ്ങനെയാണ്? ഇന്ത്യയുടെ പ്രഥമ പൗരൻ രാഷ്ട്രപതി, അതിനുശേഷം വരുന്ന സ്ഥാനം ഏതാണ്? വൈസ് പ്രസിഡന്റ്, ദെൻ പ്രൈം മിനിസ്റ്റർ, അതിനുശേഷം ഗവർണർമാർ, ലിവിംഗ് ഫോർമർ പ്രസിഡന്റ്, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, സ്പീക്കർ ഓഫ് ലോകസഭ, യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ചീഫ് മിനിസ്റ്റേഴ്സ്, വൈസ് ചെയർപേഴ്സൺ ഓഫ് നീതി ആയോഗ്, ലിവിംഗ് ഫോർമർ പ്രൈം മിനിസ്റ്റർ, രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്, ഭാരതരത്ന ലഭിച്ച ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ തുടങ്ങിയവയാണ് പദവി പ്രകാരമുള്ള വ്യക്തികളുടെ സ്ഥാനങ്ങൾ. നിലവിലെ പ്രധാനമന്ത്രിയും കൂടി കൂട്ടി ഏകദേശം 15 പ്രധാനമന്ത്രിമാരാണ് 1947 മുതൽ ഇന്ത്യക്കുള്ളത്. എത്രയാണ്? 15 പ്രധാനമന്ത്രിമാർ. അതായത് നിലവിലത്തെ പ്രധാനമന്ത്രിയും കൂടി കൂട്ടി 15 പ്രധാനമന്ത്രിമാരാണ് 1947 മുതൽ ഇന്ത്യക്ക് ഉള്ളത്. സോ അവർ ആരൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. സോ ഫസ്റ്റ് വൺ ആണ് ജവഹർലാൽ നെഹ്റു. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നതാണ് ആര്? ജവഹർലാൽ നെഹ്റു. എന്നാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. അപ്പം മോഡേൺ ഇന്ത്യയുടെ ആർക്കിടെക്ട് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നതും ഏത് വ്യക്തിയാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പം ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു. അതുപോലെ മോഡേൺ ഇന്ത്യയുടെ ആർക്കിടെക്ട് എന്ന് വിശേഷിപ്പിക്കുന്നതും ആരെയാണ്? ജവഹർലാൽ നെഹ്റുവിനെയാണ്. ഒപ്പം ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്നതും ആര് തന്നെയാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഏകദേശം 16 വർഷവും 286 ദിവസവും. എത്രയാണ്? 16 വർഷവും 286 ദിവസവുമാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പദവിയിൽ ഇരുന്നത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്തിരുന്നതും. അതായത് 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 വരെയുള്ള 16 വർഷവും 286 ദിവസവുമാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്. ദെൻ സെക്കൻഡ് വണ്ണാണ് ഗുൽസാരിലാൽ നന്ദ.
സെക്കൻഡ് വൺ എന്താണ്? ഗുൽസാരിലാൽ നന്ദ. ഇദ്ദേഹം 2 തവണ ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒന്ന് ജവഹർലാൽ നെഹ്റു മരിച്ചതിന് ശേഷവും അതുപോലെ ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചതിന് ശേഷവും ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായിട്ട് ആര് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്? ഗുൽസാരിലാൽ നന്ദ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതായത് അടുത്ത ഒരു നേതാവിനെ, അടുത്ത ഒരു പ്രൈം മിനിസ്റ്ററിനെ തെരഞ്ഞെടുക്കുന്നത് വരെയാണ് ഇദ്ദേഹം ഈ ഒരു പദവിയിൽ ഇരുന്നത്. ഏകദേശം 13 ദിവസമാണ് ഇദ്ദേഹം ഈ ഒരു പദവി അലങ്കരിച്ചിരുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി സ്വതന്ത്ര ഇന്ത്യയുടെ 2ാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. എന്താണ്? സ്വതന്ത്ര ഇന്ത്യയുടെ 2ാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. അപ്പോൾ സെക്കൻഡ് വൺ ആയിട്ട് വന്ന ഗുൽസാരിലാൽ നന്ദ ആരായിരുന്നു? അദ്ദേഹം ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, അല്ലേ? തൽക്കാലത്തേക്ക് മാത്രം വന്നൊരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. എന്നാൽ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് സെക്കൻഡ് പ്രൈം മിനിസ്റ്ററായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്. അതുപോലെ ലളിത ജീവിതം കൊണ്ട് ശ്രദ്ധേയനായി ഇദ്ദേഹം 2.5 വർഷക്കാലം പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റിരുന്നു. ഏകദേശം എത്രയാണ്? 2.5 വർഷക്കാലമാണ് ഇദ്ദേഹം പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റത്. 1964 ജൂൺ 9 മുതൽ 1966 ജനുവരി 11 വരെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനമേറ്റിരുന്നത്. ഇന്ത്യക്ക് പുറത്തു വെച്ച് മരിച്ച ഏക പ്രധാനമന്ത്രി ആര് തന്നെയായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു. അപ്പം റഷ്യയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം മരിക്കുന്നത്. അപ്പം ഇന്ത്യക്ക് പുറത്തു വെച്ച് മരിച്ച ഏക പ്രധാനമന്ത്രി ആര് തന്നെയാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അതുപോലെ മരണശേഷം രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിമാര് തന്നെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അപ്പം മരണശേഷം രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിമാര് തന്നെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അതുപോലെ ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട 2 വചനങ്ങളുണ്ട്. ഒന്ന് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് ജയ് ജവാൻ ജയ് കിസാൻ. അതുപോലെ മറ്റൊരു വാക്കും കൂടെ ഉണ്ട്. എന്താണ്? നിങ്ങൾ ദിവസം ഒരു നേരത്തെ ഭക്ഷണം വെടിയുകയാണെങ്കിൽ മറ്റൊരു മനുഷ്യന് അവന്റെ ആ ദിവസത്തെ ഒരേ ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കുന്നു. എന്താണ്? നിങ്ങൾ ദിവസം ഒരു നേരത്തെ ഭക്ഷണം വെടിയുകയാണെങ്കിൽ മറ്റൊരു മനുഷ്യന് അവന്റെ ആ ദിവസത്തെ ഒരേ ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കുന്നു എന്നുള്ളതും ആരുടെ വചനമാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി വചനമാണ്. അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ 2ാമത്തെ പ്രൈം മിനിസ്റ്ററാണ്. ലളിത ജീവിതം കൊണ്ട് ശ്രദ്ധേയനായി ഇദ്ദേഹം 2.5 വർഷക്കാലം പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റിരുന്നു. അതുപോലെ ഇന്ത്യക്ക് പുറത്തു വെച്ച് മരിച്ച ഏക പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. മരണശേഷം രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിക്കുന്നതും ആർക്കാണ്? ഭാരതരത്നം ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിമാര് തന്നെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അപ്പം ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യവും അതുപോലെ നിങ്ങൾ ദിവസം ഒരു നേരത്തെ ഭക്ഷണം വെടിയുകയാണെങ്കിൽ മറ്റൊരു മനുഷ്യന് അവന്റെ ആ ദിവസത്തെ ഒരേ ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കുന്നു എന്ന വചനവും ആരുടേതാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയുടേതാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തെ തുടർന്ന് വീണ്ടും ഗുൽസാരിലാൽ നന്ദ ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായിട്ട് സ്ഥാനമേൽക്കുന്നുണ്ട്. അത് ഏകദേശം 1966 ജനുവരി 11 മുതൽ 1966 ജനുവരി 24 വരെയുള്ള 13 ദിവസത്തേക്കാണ് ഗുൽസാരിലാൽ നന്ദ വീണ്ടും എന്താണ്? ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്നത്. അപ്പോൾ രണ്ട് വട്ടമാണ് ഗുൽസാരിലാൽ നന്ദ ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായിട്ട് സേവനമനുഷ്ഠിച്ചത്. ഒന്ന് ജവഹർലാൽ നെഹ്റു മരിച്ച സമയത്തും പിന്നീട് ഒന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ച സമയത്തുമാണ്. ഇദ്ദേഹത്തിന് ശേഷം പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അതാണ് ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഗുൽസാരിലാൽ നന്ദയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായിട്ട് സ്ഥാനമേൽക്കുന്നത്. അതായത് ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയായിട്ടാണ് ഇന്ദിരാഗാന്ധി ആ സമയത്ത് സ്ഥാനമേൽക്കുന്നത്. ഇന്ദിര പ്രിയദർശിനി നെഹ്റു എന്നാണ് യഥാർത്ഥ പേര്. എന്താണ്? ഇന്ദിര പ്രിയദർശിനി നെഹ്റു എന്നാണ് യഥാർത്ഥ പേര്. അപ്പം അതാണ് 5ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. 1966 ജനുവരി 24 മുതൽ 1977 മാർച്ച് 24 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 11 വർഷവും 59 ദിവസവുമാണ് ഇന്ദിരാഗാന്ധി സേവനമനുഷ്ഠിച്ചിരുന്നത്. എന്നാണ് 11 വർഷവും 59 ദിവസവുമാണ് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്ററായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നത്. ഈ നെഹ്റു എന്ന് നമ്മൾ പറഞ്ഞു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു. സോ ഈ നെഹ്റുവിൻ്റെ മകളായിരുന്നു ഇന്ദിരാഗാന്ധി. അതുപോലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിമാർ തന്നെയാണ് ഇന്ദിരാഗാന്ധിയാണ്. ഭാരതരത്നം ലഭിക്കുന്ന ആദ്യത്തെ വുമൺ പ്രൈം മിനിസ്റ്ററുമാരാണ് ഇന്ദിരാഗാന്ധിയാണ്. രാജ്യസഭയിൽ മെമ്പറായിരുന്ന ആദ്യത്തെ പ്രൈം മിനിസ്റ്ററും ഇന്ദിരാഗാന്ധിയാണ്. അപ്പം എന്തൊക്കെയാണ് ഇന്ദിരാഗാന്ധിയെ പറ്റി ഓർക്കേണ്ടത്? ഇന്ദിരാ പ്രിയദർശിനി നെഹ്റു എന്നാണ് ഇന്ദിരാഗാന്ധിയുടെ യഥാർത്ഥ പേര്. 5ാമത്തെ പ്രധാനമന്ത്രിയായിട്ടാണ് ഇന്ദിരാഗാന്ധി സ്ഥാനമേൽക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിൻ്റെ മകളായിരുന്നു ഇന്ദിരാഗാന്ധി. ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയും ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ വുമൺ പ്രൈം മിനിസ്റ്ററും ഒപ്പം രാജ്യസഭയിൽ മെമ്പറായിരുന്ന ആദ്യത്തെ പ്രൈം മിനിസ്റ്ററും ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് ശേഷം മൊറാർജി ദേശായിയാണ് പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയുമായിരുന്നു
മൊറാർജി ദേശായി. അപ്പൊ ഇതിനു മുന്നേ വന്ന പ്രധാനമന്ത്രിമാരെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ് പ്രതിനിധാനം ചെയ്തിരുന്നത്. പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിമാര് തന്നെയാണ് മൊറാർജി ദേശായിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ 81ാമത്തെ വയസ്സിലാണ് 1977 മാർച്ച് 24 മുതൽ 1979 ജൂലൈ 28 വരെയുള്ള 2 വർഷവും 126 ദിവസവുമാണ് ഇദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്നത്. ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നയും പാകിസ്ഥാനിലെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാനും ലഭിച്ച ഏക പ്രധാനമന്ത്രിമാര് തന്നെയാണ് മൊറാർജി ദേശായിയാണ്. അപ്പം എന്താണ് മൊറാർജി ദേശായി പറ്റി ഓർക്കേണ്ടത്? ഇദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയുമായിരുന്നു. പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ 81ാമത്തെ വയസ്സിലാണ് മൊറാർജി ദേശായി ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായിട്ട് സ്ഥാനമേൽക്കുന്നത്. ഒപ്പം ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നയും പാകിസ്ഥാനിലെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാനും ലഭിച്ച ഏക പ്രധാനമന്ത്രിമാര് തന്നെയാണ് മൊറാർജി ദേശായിയാണ്. മൊറാർജി ദേശായിക്ക് ശേഷം 7ാമത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായിട്ട് സ്ഥാനമേറ്റത് ചരൺ സിംഗ് ആയിരുന്നു. ചൗധരി ചരൺ സിംഗ് എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഇദ്ദേഹം ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും കർഷക നേതാവും എഴുത്തുകാരനും സ്വാതന്ത്ര്യ പ്രവർത്തകനുമായിരുന്നു. ജനതാ പാർട്ടിയാണ് ഇദ്ദേഹം പ്രതിനിധീകരിച്ചത്. 1979 ജൂലൈ 28 മുതൽ 1980 ജനുവരി 14 വരെയുള്ള 170 ദിവസമാണ് ഇദ്ദേഹം ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായിട്ട് സ്ഥാനമേറ്റിരുന്നത്. കർഷകരുടെ ക്ഷേമത്തിനും അവകാശങ്ങൾക്കും വേണ്ടി വാദിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഇദ്ദേഹത്തെ കർഷകരുടെ ചാമ്പ്യൻ എന്നും അറിയപ്പെട്ടിരുന്നു. 2024 മരണാനന്തരം ഇദ്ദേഹത്തിന് ഭാരതരത്നയും ലഭിച്ചിരുന്നു. അപ്പോൾ ചരൺ സിംഗിനെ പറ്റി എന്തൊക്കെയാണ് നമുക്ക് ഓർത്തിരിക്കേണ്ടത്? ഇപ്പൊ ചരൺ സിംഗ് എന്ന ചൗധരി ചരൺ സിംഗ് 7ാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും കർഷക നേതാവും എഴുത്തുകാരനും സ്വാതന്ത്ര്യ പ്രവർത്തകനുമായ ഇദ്ദേഹം ജനതാ പാർട്ടിയാണ് പ്രതിനിധീകരിച്ചത്. കർഷകരുടെ ക്ഷേമത്തിനും അവകാശങ്ങൾക്കും വേണ്ടി വാദിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഇദ്ദേഹത്തിനെ കർഷകരുടെ ചാമ്പ്യൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 2024 മരണാനന്തരം ഇദ്ദേഹത്തിന് ഭാരതരത്നയും ലഭിച്ചു. ഇദ്ദേഹത്തിന് ശേഷം അടുത്ത പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി 2ാമത്തെ തവണയാണ് പ്രൈം മിനിസ്റ്ററായിട്ട് സ്ഥാനമേൽക്കുന്നത്. 1980 ജനുവരി 14 മുതൽ 1984 ഒക്ടോബർ 31 വരെയുള്ള 4 വർഷവും 291 ദിവസവുമാണ് 2ാമത്തെ തവണ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്നത്. എന്നാൽ 1984 ഒക്ടോബർ 31 തന്റെ സിഖ് അംഗരക്ഷകനാൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. 1984 ഒക്ടോബർ 31 തന്റെ സിഖ് അംഗരക്ഷകനാൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇതിനുശേഷം അധികാരത്തിലെത്തുന്നത് രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രതന്ത്രജ്ഞനും പൈലറ്റുമായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രതന്ത്രജ്ഞനും പൈലറ്റുമായിരുന്ന രാജീവ് ഗാന്ധി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൈം മിനിസ്റ്ററുമാണ്. ഇദ്ദേഹത്തിന്റെ 40ാമത്തെ വയസ്സിലാണ് ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്ററായിട്ട് ഇദ്ദേഹം സ്ഥാനമേൽക്കുന്നത്. ഇദ്ദേഹത്തിന്റെ അമ്മയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷമാണ് ഇദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നത്. 1984 ഒക്ടോബർ 31 മുതൽ 1989 ഡിസംബർ 2 വരെയുള്ള കാലഘട്ടത്തിൽ 5 വർഷവും 32 ദിവസവുമാണ് ഇദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്നത്. മരണാനന്തരം ഇദ്ദേഹത്തിന് 1991 ഭാരതരത്നയും ലഭിച്ചിട്ടുണ്ട്. രാജീവ് ഗാന്ധിക്ക് ശേഷം 10ാമതായിട്ട് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായിട്ട് സ്ഥാനമേൽക്കുന്നത് വിശ്വനാഥ് പ്രതാപ് സിംഗ് അല്ലെങ്കിൽ VP സിംഗ് ആയിരുന്നു. ഇദ്ദേഹം 1989 ഡിസംബർ 2 മുതൽ 1990 നവംബർ 10 വരെയുള്ള 11 മാസമാണ് പദവിയിലിരുന്നത്. 11 മാസക്കാലം മാത്രമാണ് VP സിംഗ് അല്ലെങ്കിൽ വിശ്വനാഥ് പ്രതാപ് സിംഗ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെതായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് തൊഴിൽ സംഭരണം ഉറപ്പാക്കുന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതാണ് ഇദ്ദേഹം ചെയ്ത ഒരു നേട്ടം എന്ന് പറയുന്നത്. എന്താണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് തൊഴിൽ സംഭരണം ഉറപ്പാക്കുന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയത് ആരുടെ കാലത്താണ്? വിശ്വനാഥ് പ്രതാപ് സിംഗ് അല്ലെങ്കിൽ VP സിംഗ് 10ാമത്തെ പ്രൈം മിനിസ്റ്ററായിട്ട് സ്വതന്ത്ര ഇന്ത്യയുടെ 10ാമത്തെ പ്രൈം മിനിസ്റ്ററായിട്ട് സേവനമനുഷ്ഠിച്ച സമയത്താണ്. ഏകദേശം 1989 ഡിസംബർ 2 മുതൽ 1990 നവംബർ 10 വരെയുള്ള 11 മാസക്കാലം. VP സിംഗിന് ശേഷം ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായിട്ട് അധികാരത്തിലെത്തുന്നത് S ചന്ദ്രശേഖർ എന്നറിയപ്പെടുന്ന ചന്ദ്രശേഖർ സിംഗ് ആണ്. ഇദ്ദേഹം 1990 നവംബർ 10 മുതൽ 1991 ജൂൺ 21 വരെയുള്ള 223 ദിവസമാണ് പ്രധാനമന്ത്രി പദത്തിലിരുന്നത്. എന്നാണ് 1990 നവംബർ 10 മുതൽ 1991 ജൂൺ 21 വരെയുള്ള 223 ദിവസത്തേക്കാണ് S ചന്ദ്രശേഖർ എന്നറിയപ്പെടുന്ന ചന്ദ്രശേഖർ സിംഗ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന പദവി അലങ്കരിച്ചത്. ചന്ദ്രശേഖർ സിംഗിന് ശേഷം പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന അടുത്ത നേതാവാണ് PV നരസിംഹറാവു. പാമൂല പാർട്ടി വെങ്കിട നരസിംഹറാവു എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഇദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതനും എഴുത്തുകാരനുമാണ്. 1991 ജൂൺ 21 മുതൽ 1996 മെയ് 16 വരെയുള്ള 4 വർഷവും
230 ദിവസവുമാണ് ഇദ്ദേഹം പ്രധാനമന്ത്രി പദം അലങ്കരിച്ചത്. ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നാണ് PV നരസിംഹറാവുവിനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം തുടങ്ങിവെച്ച സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് പിന്നീട് വന്ന പ്രധാനമന്ത്രിമാർ തുടർന്നു പോന്നത്. സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രൈം മിനിസ്റ്ററും PV നരസിംഹറാവു ആണ്. PV നരസിംഹറാവുവിന് ശേഷം അടൽ ബിഹാരി വാജ്പേയിയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആകുന്നത്. BJPയുടെ മുതിർന്ന നേതാവായി ഇദ്ദേഹം 3 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ കാലം പ്രധാനമന്ത്രിയായി ഇരുന്നതും ആര് തന്നെയാണ്? അടൽ ബിഹാരി വാജ്പേയി ആണ്. ഇദ്ദേഹം 1996 മെയ് 16 മുതൽ ജൂൺ 1 വരെ 16 ദിവസമാണ് അടൽ ബിഹാരി വാജ്പേയി PV നരസിംഹറാവുവിന് ശേഷം പ്രധാനമന്ത്രി പദത്തിലിരുന്നത്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 2 തവണ പ്രധാനമന്ത്രിയായ ആദ്യത്തെ നേതാവുമാര് തന്നെയാണ് അടൽ ബിഹാരി വാജ്പേയി ആണ്. പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി 2014 രാജ്യം ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരതരത്ന ലഭിക്കുന്ന 5ാമത്തെ പ്രൈം മിനിസ്റ്റർ കൂടിയാണ് അടൽ ബിഹാരി വാജ്പേയി. 1992 പത്മവിഭൂഷണും 1994 ഏറ്റവും മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡും 1994 ലോകമാന്യ തിലക് പുരസ്കാരവും അടൽ ബിഹാരി വാജ്പേയിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത് HD ദേവഗൌഡയാണ്. ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഹരദനഹള്ളി ഡോഡഗൌഡ ദേവഗൌഡ എന്നാണ്. 6 തവണ ലോക്സഭാംഗവും 7 തവണ നിയമസഭാംഗവും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന HD ദേവഗൌഡ 1996 ജൂൺ 1 മുതൽ 1997 ഏപ്രിൽ 21 വരെയുള്ള 324 ദിവസമാണ് പ്രധാനമന്ത്രി പദത്തിലിരുന്നത്. HD ദേവഗൌഡയ്ക്ക് ശേഷം പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത് ഇന്ദർ കുമാർ ഗുജ്റാൾ ആണ്. IK ഗുജ്റാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം നയതന്ത്രജ്ഞനും രാഷ്ട്രീയ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. 1997 ഏപ്രിൽ 21 മുതൽ 1998 മാർച്ച് 19 വരെയുള്ള 332 ദിവസമാണ് ഇന്ദർ കുമാർ ഗുജ്റാൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നത്. പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ് ഇന്ദിരാഗാന്ധി, VP സിംഗ്, ദേവഗൌഡ എന്നിവരുടെ മന്ത്രിസഭകളിൽ പാർലമെന്ററി കാര്യം, വാർത്താവിനിമയം, പൊതുമരാമത്ത്, ഭവന നിർമ്മാണം, ആസൂത്രണം, വിദേശകാര്യം തുടങ്ങിയ വകുപ്പുകളിൽ മന്ത്രിയായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രം സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി അതായത് 50 വർഷം ആഘോഷിച്ചപ്പോൾ IK ഗുജ്റാൾ ആയിരുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് മാറ്റേഴ്സ് ഓഫ് ഡിസ്ക്രീഷൻ എന്ന് പറയുന്നത്. 2011 പുറത്തിറങ്ങിയ മാറ്റേഴ്സ് ഓഫ് ഡിസ്ക്രീഷൻ എന്നത് ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. അതുപോലെ ഇദ്ദേഹത്തിന്റെ മറ്റു കൃതികളാണ് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്, ഇന്ത്യൻസ് ഫോറിൻ പോളിസി, നെക്സ്റ്റ് വൺ എ ഫോറിൻ പോളിസി ഫോർ ഇന്ത്യ. ഇദ്ദേഹത്തിന് ശേഷം അടൽ ബിഹാരി വാജ്പേയി 1998 മാർച്ച് 19 മുതൽ 2004 മെയ് 22 വരെയുള്ള 6 വർഷവും 64 ദിവസത്തേക്കും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വീണ്ടും എത്തുകയാണ്. ഇദ്ദേഹത്തിന് ശേഷം 2004 മെയ് 22 മുതൽ 2014 മെയ് 26 വരെയുള്ള 10 വർഷവും 4 ദിവസത്തേക്കും ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായിട്ട് സ്ഥാനമേൽക്കുകയാണ്. ഇദ്ദേഹത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ഇതിനു മുന്നേ തന്നെ എടുത്തു പോയിട്ടുണ്ട്. സോ ഇദ്ദേഹത്തിന് ശേഷം ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായിട്ട് എത്തുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിന് ശേഷം 2014 മെയ് 26 മുതൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായി തുടരുന്ന ഗുജറാത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ് ശ്രീ നരേന്ദ്രമോദി. ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നാണ്. 2001 മുതൽ 2014 വരെ ഇദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ദീർഘനാളായി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന പദവിയിൽ തുടരുന്നതും. പല രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതികളും ഇദ്ദേഹത്തിന് ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന 2ാമത്തെ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. എന്നാണ് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി പദത്തിലിരുന്ന 2ാമത്തെ പ്രധാനമന്ത്രിയാണ് ആര്? നരേന്ദ്രമോദിയാണ്. സോ ഇത്രയുമാണ് ഇതുവരെ ഇന്ത്യ ഭരിച്ചിട്ടുള്ള പ്രൈം മിനിസ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ. പ്രൈം മിനിസ്റ്റേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 ആർട്ടിക്കിൾസ് ഉണ്ട്. അവയാണ് ആർട്ടിക്കിൾ 74ഉം 75ഉം 78ഉം. പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ അദ്ദേഹത്തെ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിമാരുടെ സമിതി ഉണ്ടായിരിക്കും. ഇതാണ് പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ അദ്ദേഹത്തെ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിമാരുടെ സമിതി ഉണ്ടായിരിക്കും. അതുപോലെ മന്ത്രിമാർ രാഷ്ട്രപതിക്ക് എന്തെങ്കിലും ഉപദേശം നൽകിയിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ എന്താണോ എന്ന ചോദ്യമൊന്നും ഒരു കോടതിയിലും അന്വേഷിക്കാനും പാടില്ല. അപ്പൊ ഈ ഒരു കാര്യമാണ് ആർട്ടിക്കിൾ 74 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 75 എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രധാനമന്ത്രിയെ രാഷ്ട്രപതി നിയമിക്കും. മറ്റു മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി നിയമിക്കും. മന്ത്രിമാർ രാഷ്ട്രപതിയുടെ ഇഷ്ടം പോലെ അധികാരത്തിൽ തുടരുകയും ചെയ്യും. എന്താണ് ആർട്ടിക്കിൾ 75 എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രധാനമന്ത്രിയെ രാഷ്ട്രപതി നിയമിക്കും. മറ്റു മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി നിയമിക്കും. അതുപോലെ മന്ത്രിമാർ രാഷ്ട്രപതിയുടെ ഇഷ്ടം പോലെ അധികാരത്തിൽ തുടരുകയും ചെയ്യും. സോ ഇതാണ് ആർട്ടിക്കിൾ 74ഉം 75ഉം. ഇനിയുള്ളത് ആർട്ടിക്കിൾ 78 ആണ്.
ആർട്ടിക്കിൾ 78 എന്താണ് ഉദ്ദേശിക്കുന്നത്? സർക്കാർ തീരുമാനങ്ങൾ, നിയമനിർമ്മാണ നിർദ്ദേശങ്ങൾ, പ്രധാനപ്പെട്ട ഭരണപരമായ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ അറിയിക്കണമെന്നാണ് ഇതിൽ പറയുന്നത്. എന്താണ്? സർക്കാർ തീരുമാനങ്ങൾ, നിയമനിർമ്മാണ നിർദ്ദേശങ്ങൾ, പ്രധാനപ്പെട്ട ഭരണപരമായ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ അറിയിക്കുകയും വേണമെന്നാണ് ആർട്ടിക്കിൾ 78 പറയുന്നത്. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് എം വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന എം വിശ്വേശ്വരയ്യയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? എം വിശ്വേശ്വരയ്യയാണ്. സോ നമുക്ക് എം വിശ്വേശ്വരയ്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിമാണ് മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ. എന്താണ്? മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ എന്നതാണ് എം വിശ്വേശ്വരയ്യയുടെ ഫുൾ നെയിം. ഇദ്ദേഹം മൈസൂർ ദിവാനായിരുന്നു. അതുപോലെ ഒരു മികച്ച രാജ്യതന്ത്രജ്ഞനും എഞ്ചിനീയറും ആസൂത്രണ വിദഗ്ധനും ഒക്കെയായിരുന്നു ആര്? എം വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവെന്നാണ് എം വിശ്വേശ്വരയ്യയെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ആധുനിക മൈസൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? എം വിശ്വേശ്വരയ്യയാണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? എം വിശ്വേശ്വരയ്യയാണ്. അപ്പം എന്താണ്? ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? എം വിശ്വേശ്വരയ്യയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ജനനം 1860 സെപ്റ്റംബർ 15-നാണ്. 1860 സെപ്റ്റംബർ 15-നാണ് എം വിശ്വേശ്വരയ്യ ജനിക്കുന്നത്. ഈ സെപ്റ്റംബർ 15-ന് ഒരു പ്രത്യേകതയുണ്ട്. എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 15-നാണ്. അപ്പം എന്താണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ആധുനിക മൈസൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് സെപ്റ്റംബർ 15. സോ ഈ ഒരു ദിനമാണ് നമ്മൾ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ടും ആചരിക്കുന്നത്. അതുപോലെ 1955-ലാണ് ഇദ്ദേഹത്തിന് ഭാരതരത്ന ലഭിക്കുന്നത്. ഇദ്ദേഹത്തോടൊപ്പം ഭാരതരത്ന ലഭിച്ച മറ്റൊരു വ്യക്തിത്വമായിരുന്നു ജവഹർലാൽ നെഹ്റു. എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിനും 1955-ൽ തന്നെയാണ് ഭാരതരത്ന ലഭിച്ചത്. ആരുടെ കൂടെയാണ്? എം വിശ്വേശ്വരയ്യയുടെ കൂടെ തന്നെയാണ് ജവഹർലാൽ നെഹ്റുവിനും 1955-ൽ ഭാരതരത്ന ലഭിച്ചതെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. ഇനി പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എം വിശ്വേശ്വരയ്യയുടെ പ്രധാനപ്പെട്ട ചില ബുക്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. 1934-ൽ പ്രസിദ്ധീകരിച്ച പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്നത് എം വിശ്വേശ്വരയ്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുന്നേ വളരെ സമ്പൽ സമൃദ്ധമായ ഒരു പ്രദേശമായിരുന്നു ഇന്ത്യ. കാർഷികപരമായി വളരെ മുൻപന്തിയിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി അന്ന് ഇന്ത്യക്കുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കച്ചവടം എന്ന ഉദ്ദേശത്തോടെ വന്നതിന് ശേഷം അവരുടെ 200 വർഷക്കാലത്തോളമുള്ള ചൂഷണവും അടിമത്തവും നിറഞ്ഞ ഭരണത്താൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാവുകയും ഇത് ഇന്ത്യൻ ജനതയെ പട്ടിണിയിലേക്കും നിരക്ഷരതയിലേക്കും തള്ളിയിട്ടു. പതിയെ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തി പ്രാപിക്കുകയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഉന്നമനത്തെപ്പറ്റി സ്വാതന്ത്ര്യ സമര സേനാനികൾ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസനത്തെ തടഞ്ഞു നിർത്തുന്നവയിൽ നിന്നും എങ്ങനെ ഇന്ത്യയെ മോചിപ്പിച്ച് വികസനത്തിന്റെ പാതയിലേക്ക് ഇന്ത്യയെ എത്തിക്കാം എന്നതിനെപ്പറ്റി ചർച്ച ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമ്മേളനമാണ് കറാച്ചി സമ്മേളനം. അത് 1931-ലാണ് നടന്നത്. എന്താണ്? 1931-ൽ നടന്ന കറാച്ചി സമ്മേളനത്തിൽ എന്താണ് ഡിസ്കസ് ചെയ്തത്? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ തിരിച്ചു പിടിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഉന്നമനത്തെ പറ്റി എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നതിനെ പറ്റി സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ചർച്ച ചെയ്ത ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനമാണ് കറാച്ചി സമ്മേളനം. 1931-ലാണ് ഈ സമ്മേളനം നടന്നതെന്നും ഓർത്തിരിക്കുക. 1934-ൽ എം വിശ്വേശ്വരയ്യയുടെ പ്ലാനിംഗ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകവും അതിലെ ആശയങ്ങളും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എം വിശ്വേശ്വരയ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് 1934-ൽ ഇദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു എന്നത്. അതാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. സോ ഈ ഒരു പുസ്തകത്തിലെ ആശയങ്ങളും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരുന്നു. തുടർന്ന് 1938-ൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നു. എന്നാണ് 1938-ൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലാണ് ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വരുന്നത്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി എന്നാണ് നമ്മൾ ദേശീയ ആസൂത്രണ കമ്മിറ്റി അല്ലെങ്കിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റിയെ പറയപ്പെടുന്നത്. 1938-ൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി രൂപം കൊണ്ട സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ഇതാണ് 1938-ൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി രൂപം കൊണ്ട സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ താല്പര്യപ്രകാരമാണ് 1938-ൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി രൂപം കൊള്ളുന്നത്. അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയ ഒരു ശാസ്ത്രജ്ഞനാണ് മേഘനാഥ സാഹ. ആരാണ്? മേഘനാഥ സാഹ. മറ്റു പല പ്ലാനുകളും ഈ സമയത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഉന്നമനത്തിനായി കൊണ്ടുവരുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ചില പ്ലാനുകളും കൂടെ നമുക്കൊന്ന് നോക്കിപ്പോവാം. ഫസ്റ്റ് വൺ ബോംബെ പ്ലാൻ. ഇത് 1944-ലാണ് കൊണ്ടുവന്നത്. എന്താണ് ബോംബെ പ്ലാൻ? സെക്കൻഡ് വൺ ഗാന്ധിയൻ പ്ലാൻ. 1944-ൽ കൊണ്ടുവന്ന മറ്റൊരു പ്ലാനാണ് ഗാന്ധിയൻ പ്ലാൻ. തേർഡ് വൺ പീപ്പിൾസ് പ്ലാൻ.
അത് 1945 കൊണ്ടുവന്നതാണ്. അതുപോലെ സ്വാതന്ത്ര്യാനന്തരം വന്നൊരു പ്ലാനാണ് സർവോദയ പ്ലാൻ. ദെൻ ലാസ്റ്റ് വൺ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ. 1950 മാർച്ച് 15 വന്ന ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ. സോ ഇവ ഓരോന്നും എന്താണെന്നും കൂടെ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ആണ് ബോംബെ പ്ലാൻ. 1944 നിലവിൽ വന്നൊരു പദ്ധതിയാണ് ബോംബെ പ്ലാൻ. ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. ഈ പദ്ധതി ഔദ്യോഗികമായി അറിയപ്പെടുന്ന പേര് എ ബ്രീഫ് മെമ്മറാൻഡം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യ എന്നാണ്. എന്താണ് എ ബ്രീഫ് മെമ്മറാൻഡം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യ എന്നാണ് ബോംബെ പ്ലാൻ ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. അപ്പൊ ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ് അർദേഷിർ ദലാൽ. ആരാണ് അർദേഷിർ ദലാൽ? നമ്മൾ ഓൾറെഡി പറഞ്ഞു 8 വ്യവസായികളാണ് ഈ ഒരു പദ്ധതിക്ക് പിറകിൽ പ്രവർത്തിച്ചതെന്ന് പറഞ്ഞു. ആരൊക്കെയാണത്? ഒന്ന് JRD ടാറ്റ, ദെൻ GD ബിർള, ദെൻ പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്, ദെൻ AD ഷിറോഫ്, ദെൻ കസ്തൂർബായ് ലാൽബായ്, ദെൻ ശ്രീറാം, ദെൻ ഹർദേശ്വർ ദലാൽ, ദെൻ ലാസ്റ്റ് വൺ ജോൺ മത്തായി. ആരൊക്കെയാണ്? JRD ടാറ്റ, GD ബിർള, പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്, AD ഷിറോഫ്, കസ്തൂർബായ് ലാൽബായ്, ശ്രീറാം, ഹർദേശ്വർ ദലാൽ, ദെൻ ജോൺ മത്തായി. ഈ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരു മലയാളിയാണ് ആരെന്ന് പറയുന്നത്? ജോൺ മത്തായി. ഓക്കെ, ഇത്രയുമാണ് ബോംബെ പ്ലാനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യം. നെക്സ്റ്റ് ഒരു പ്ലാനാണ് ഗാന്ധിയൻ പ്ലാൻ. സോ ഗാന്ധിയൻ പ്ലാൻ നിലവിൽ വന്നത് 1944 ഓക്കെ, ബോംബെ പ്ലാൻ വന്ന അതേ വർഷം തന്നെയാണ് ഗാന്ധിയൻ പ്ലാനും നിലവിൽ വന്നത്. ഈ ഒരു പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് ശ്രീമൻ നാരായൺ അഗർവാൾ. ആരാണ്? ശ്രീമൻ നാരായൺ അഗർവാൾ ആണ് ഗാന്ധിയൻ പ്ലാനിന്റെ ഉപജ്ഞാതാവ്. ഇതിലെന്താണ് പറയുന്നത്? ഗാന്ധിയൻ സമ്പദ് ചിന്തകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ എന്താണ്? ഗാന്ധിജിയുടെ നിർദ്ദേശങ്ങളാണ്. ഇപ്പൊ ഗാന്ധിജിയുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഗാന്ധിയൻ സമ്പദ് ചിന്തകളാണ് ഗാന്ധിയൻ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന്റെ വക്താവാരാണ്? അത് JC കുമരപ്പയാണ്. ഇപ്പൊ ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്നൊരു ആശയത്തിന്റെ വക്താവാരാണ് JC കുമരപ്പയാണ്. അതുപോലെ ഗാന്ധിജി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടുണ്ട്, ഇന്ത്യക്ക് ആവശ്യം മൂലധനം എന്ന പേരിൽ കേന്ദ്രീകരിക്കലല്ല. ഇപ്പൊ എന്താണ്? ഇന്ത്യക്ക് ആവശ്യം മൂലധനം എന്ന പേരിൽ കേന്ദ്രീകരിക്കലല്ല, 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് എന്ന് പറഞ്ഞതാരാണ്? ഗാന്ധിജിയാണ്. അപ്പം എന്താണ്? ഇന്ത്യക്ക് ആവശ്യം മൂലധനം എന്ന പേരിൽ കേന്ദ്രീകരിക്കലല്ല, 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ അത് വിതരണം ചെയ്യലാണെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. സോ ഈ ഒരു കോട്ട് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഗാന്ധിജിയുടെ ആശയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ട്രസ്റ്റിഷിപ്പ്. എന്താണ്? ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഗാന്ധിജിയുടെ ആശയം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ട്രസ്റ്റിഷിപ്പിലാണ്. അതുപോലെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ആശയങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിച്ചൊരു പുസ്തകമുണ്ട്, അതാണ് ഹിന്ദ് സ്വരാജ്. 1909 പബ്ലിഷ് ചെയ്ത ഇദ്ദേഹത്തിന്റെ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്, സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ച ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. സോ അതും ഓർത്തിരിക്കുക. അടുത്തതായിട്ട് വന്നൊരു പ്ലാനാണ് പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി. 1945 നിലവിൽ വന്നൊരു പദ്ധതിയാണ് പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി. ഈ പദ്ധതിക്ക് രൂപം നൽകിയതാരാണ്? MN റോയ് ആണ് ഈ ഒരു പദ്ധതിക്ക് രൂപം നൽകിയത്. അതിനുശേഷം എന്താണ്? ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് വന്നു. അതായത് ഇന്ത്യയിൽ നിലവിൽ വന്ന ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ച ഒരു പദ്ധതിയാണ് എന്ത്? അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്. അപ്പം എന്താണ്? ഇന്ത്യയിൽ ഈ സമയത്ത് നിലവിൽ വന്ന ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചൊരു പദ്ധതിയാണ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്. അതെന്നാണ് നിലവിൽ വന്നത്? 1946. ഇപ്പം എന്താണ്? 1946 ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചൊരു പദ്ധതിയാണ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്. ഇതിന്റെ ചെയർമാൻ ആരാണ്? KC നിയോഗിയാണ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ കമ്മീഷൻ. അതിനുശേഷം വന്നൊരു പദ്ധതിയാണ് ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയുന്നത് എന്താണ്? 1948 ഏപ്രിൽ 6 ഇത്തരത്തിലൊരു പദ്ധതി വരുന്നത്. അപ്പം എന്താണ്? 1948 ഏപ്രിൽ 6 വന്നൊരു പദ്ധതിയാണ് ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയുന്നത്. സോ ഇത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യാവസായിക നയം എന്നും അറിയപ്പെടുന്ന എന്താണ്? ഇൻഡസ്ട്രിയൽ പോളിസിയാണ്. എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യാവസായിക നയം എന്നറിയപ്പെടുന്ന പോളിസി ഏതാണ്? ഇൻഡസ്ട്രിയൽ പോളിസിയാണ്. അതിനുശേഷം വന്നൊരു പദ്ധതിയാണ് സർവോദയ പ്ലാൻ. 1950 നിലവിൽ വരുന്നത്. 1950 നിലവിൽ വന്ന ഒരു പദ്ധതിയാണ് സർവോദയ പദ്ധതി. ഈ ഒരു പദ്ധതിയുടെ ഉപജ്ഞാതാവാരാണ്? അത് ജയപ്രകാശ് നാരായൺ ആണ്. ആരാണ്? ജയപ്രകാശ് നാരായൺ. ദ ലാസ്റ്റ് വൺ ആണ് നമ്മളുടെ ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 എന്നാണ്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. സോ ഇത് നിലവിൽ വന്നപ്പോൾ ഇതിന്റെ ആദ്യ അധ്യക്ഷനായിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രിയായിരുന്ന
ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, ഇപ്പം എന്താണ് ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നപ്പോൾ ആ സമയത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തന്നെയാണ് ഇതിന്റെ ആദ്യ അധ്യക്ഷനും. അതുപോലെ ഇതിന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? അത് ഗുൽസാരിലാൽ നന്ദയാണ്. ആരാണ്? ഗുൽസാരിലാൽ നന്ദ. എന്നാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയപ്പോഴേക്കും ഈ പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിടുകയുണ്ടായി. 2014 ഓഗസ്റ്റ് 17 ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിടുന്നത്. സോ ആ സമയത്തെ അധ്യക്ഷനാരായിരിക്കും? ആസൂത്രണ കമ്മീഷന്റെ അവസാന ആരായിരുന്നു? ആ സമയത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയായിരുന്നു. അതുപോലെ അതിന്റെ അവസാനത്തെ ഉപാധ്യക്ഷനാരായിരുന്നു? അത് മോണ്ടേക് സിംഗ് അലുവാലിയ. ആരാണ്? മോണ്ടേക് സിംഗ് അലുവാലിയാണ് അവസാനത്തെ ഉപാധ്യക്ഷനും. 2014 ഓഗസ്റ്റ് 17 ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടതിന് ശേഷം ഇതിന് പകരമായിട്ട് നരേന്ദ്രമോദി സർക്കാർ പുതിയൊരു സംവിധാനം കൊണ്ടുവന്നു. അതാണ് നീതി ആയോഗ്. എന്നാണ് നീതി ആയോഗ്. അപ്പം നീതി ആയോഗ് എന്നാണ് നിലവിൽ വന്നത്? 2015 ജനുവരി 1 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ഇതെന്തിനു പകരമായിട്ട് വന്നതാണ്? ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് വന്നൊരു പദ്ധതിയാണ് നീതി ആയോഗ്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പോൾ എന്താണ് മറക്കണ്ട, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 അതുപോലെ ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിടുന്നത് എന്നാണ് 2014 ഓഗസ്റ്റ് 17. അതുപോലെ നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 സോ ഈ ഒരു ഡേറ്റ് കൺഫ്യൂഷൻ ആവരുത്. ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ യോജനാ ഭവനിലാണ്. എവിടെയാണ്? ന്യൂഡൽഹിയിലെ യോജനാ ഭവനിലാണ് ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, അതുപോലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുമല്ല, മറിച്ച് ഇതെന്താണ്? ഒരു ഉപദേശക സമിതിയാണ്. ആസൂത്രണ കമ്മീഷൻ എന്താണ്? ഒരു ഉപദേശക സമിതിയാണ്, അല്ലെങ്കിൽ ഇതൊരു അഡ്വൈസറി ബോഡിയാണ്. ഭരണഘടനാ സ്ഥാപനമല്ല എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം ഇത് ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു സമിതി വേണമെന്നുള്ളത്. സോ അതുകൊണ്ട് എന്താണ്? ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല. അതുപോലെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുമല്ല, മറിച്ച് ഇതെന്താണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക താല്പര്യപ്രകാരം ഒരു ഓർഡറിലൂടെ ഉണ്ടായ ഒരു കമ്മീഷനാണ്. എന്താണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക താല്പര്യപ്രകാരം ഒരു ഓർഡറിലൂടെ ഉണ്ടായ കമ്മീഷനാണ് പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഉപദേശക സമിതിയാണ്, അല്ലെങ്കിൽ ഇതൊരു അഡ്വൈസറി ബോഡിയാണ്. അപ്പോൾ മെയിനായിട്ടും ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വികസനത്തിനും വേണ്ടി ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ക്രമാനുഗതമായ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ രൂപീകരിക്കുന്ന സമിതിയാണ് ആസൂത്രണ കമ്മീഷൻ. എന്താണ് ആസൂത്രണ കമ്മീഷന്റെ ഒരു ലക്ഷ്യം? എന്താണ്? ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ക്രമാനുഗതമായ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ രൂപീകരിക്കുന്ന സമിതിയാണ് എന്തെന്ന് പറയുന്നത്? ആസൂത്രണ കമ്മീഷൻ. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം, ഭാവിയിൽ രാജ്യത്തിന്റെ വികസനത്തിനായി നടപ്പിലാക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് കേന്ദ്ര ഗവൺമെന്റിന് ഉപദേശം നൽകുക എന്നതാണ് ആസൂത്രണ കമ്മീഷന്റെ ലക്ഷ്യം. എന്താണ്? ഭാവിയിൽ രാജ്യത്തിന്റെ വികസനത്തിനായി നടപ്പിലാക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് കേന്ദ്ര ഗവൺമെന്റിന് ഉപദേശം നൽകുക എന്നതാണ് ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷന്റെ ലക്ഷ്യം. ദേശീയ തലത്തിൽ ആസൂത്രണ കമ്മീഷൻ ഉണ്ടായിരുന്നതുപോലെ തന്നെ കേരളത്തിനും ഒരു ആസൂത്രണ കമ്മീഷനുണ്ട്. അതിനെ പൊതുവെ അറിയപ്പെടുന്ന പേര് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എന്നാണ്. എന്താണ്? കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് അല്ലെങ്കിൽ KSPB എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് നിലവിൽ വന്നത് 1967 സെപ്റ്റംബറിലാണ്. 1967 സെപ്റ്റംബറിലാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് അല്ലെങ്കിൽ KSPB നിലവിൽ വന്നത്. അപ്പോൾ ഇതിൻ്റെ അധ്യക്ഷൻ ആരായിരിക്കും? മുഖ്യമന്ത്രി തന്നെയാണ്. ഓക്കെ, സംസ്ഥാന മുഖ്യമന്ത്രി തന്നെയായിരിക്കും KSPB അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. സോ KSPBയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? അത് EMS നമ്പൂതിരിപ്പാടാണ്. അപ്പം എന്താണ്? KSPBയുടെ ആദ്യ അധ്യക്ഷൻ ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. അതുപോലെ KSPBയുടെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? അത് MK ഹമീദാണ്. ആരാണ്? MK ഹമീദാണ്. അതുപോലെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? നിലവിലെ അധ്യക്ഷൻ ശ്രീ പിണറായി വിജയനാണ്. പിണറായി വിജയനാണ് നിലവിലെ അധ്യക്ഷൻ. നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? അത് ഡോക്ടർ VK രാമചന്ദ്രനാണ്. ഡോക്ടർ VK രാമചന്ദ്രൻ. ഇപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? ദേശീയ തലത്തിൽ ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നത് പോലെ തന്നെ കേരളത്തിനും എന്തുണ്ട്? ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലാനിംഗ് ബോർഡ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് അല്ലെങ്കിൽ KSPB. നിലവിൽ വന്നത് 1967 സെപ്റ്റംബറിലാണ്. അപ്പോൾ ആ സമയത്ത് KSPBയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാടായിരുന്നു. ആദ്യ ഉപാധ്യക്ഷൻ MK ഹമീദുമാണ്. അതുപോലെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? പിണറായി വിജയനും. നിലവിലെ ഉപാധ്യക്ഷൻ ഡോക്ടർ VK രാമചന്ദ്രനുമാണ്. 1951 മുതൽ 2017 വരെയുള്ള കാലയളവിൽ രാജ്യത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ച് 12 പദ്ധതികളാണ് നടപ്പിലാക്കിയത്. എത്രയാണ്? 12 പദ്ധതികളാണ് 1951നും 2017 വരെയുള്ള ഇടയ്ക്കുള്ള കാലയളവിൽ രാജ്യത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ച് നടപ്പിലാക്കിയത്. സോ ഇവയെ പറയുന്ന പേരാണ് പഞ്ചവത്സര പദ്ധതികൾ. എന്താണ് പഞ്ചവത്സര പദ്ധതികൾ? അതായത് ഈ ഓരോ പദ്ധതികളും 5 വർഷത്തേക്കുള്ളതാണ്. 5 വർഷത്തേക്കുള്ള വികസനത്തിന് വേണ്ടുന്ന പദ്ധതികൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രോഗ്രാമാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. സോ ഈ പഞ്ചവത്സര പദ്ധതികൾക്ക്
അംഗീകാരം നൽകുന്ന ഒരു സമിതിയുണ്ട്. അതാണ് ദേശീയ വികസന സമിതി അല്ലെങ്കിൽ NDC എന്ന് പറയും. ഇതാണ് ദേശീയ വികസന സമിതി അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ഉദ്ദേശം എന്താണ്? പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുക എന്നതാണ്. ഇതെന്നാണ് സ്ഥാപിതമായത്? 1952 ഓഗസ്റ്റ് 6-നാണ്. 1952 ഓഗസ്റ്റ് 6-ന് സ്ഥാപിതമായ പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്ന ഒരു സമിതി ഏതാണ്? ദേശീയ വികസന സമിതി അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സമിതിയുടെ പ്രഥമ സമ്മേളനം നടന്നത് എന്നാണ്? അത് 1952 നവംബർ 8-നും 9-നുമാണ്. 1952 നവംബർ 8-നും 9-നുമാണ് ദേശീയ വികസന സമിതിയുടെ പ്രഥമ സമ്മേളനം നടന്നത്. സോ അതിന്റെയും അധ്യക്ഷൻ ആര് തന്നെയായിരിക്കും? പ്രധാനമന്ത്രി തന്നെയായിരിക്കും. സോ എന്താണ്? ആസൂത്രണ കമ്മീഷന്റേതുപോലെ തന്നെ ദേശീയ വികസന സമിതിയുടെ അധ്യക്ഷൻ ആര് തന്നെയാണ്? പ്രധാനമന്ത്രിയാണ്. അതുപോലെ NDCക്ക് പകരമായിട്ട് പിന്നീട് രൂപം കൊണ്ട ഒരു സംവിധാനം ഏതാണ്? അത് ഗവേണിംഗ് കൗൺസിലാണ്. ഇതാണ് ഗവേണിംഗ് കൗൺസിലാണ് NDCക്ക് പകരമായിട്ട് പിന്നീട് രൂപം കൊണ്ടൊരു സംവിധാനം. ലോകത്ത് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? അത് സോവിയറ്റ് യൂണിയനാണ്. അല്ലെങ്കിൽ റഷ്യ അല്ലെങ്കിൽ USSR എന്നൊക്കെ അറിയപ്പെടുന്ന സോവിയറ്റ് യൂണിയനാണ് ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതി ഏർപ്പെടുത്തിയ രാജ്യം. സോ ആ സമയത്ത് പ്രസിഡന്റ് ആയിരുന്നത് ജോസഫ് സ്റ്റാലിൻ ആയിരുന്നു. സോ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത്. 1928 മുതൽ 1933 വരെയുള്ള എത്രയാണ്? 1928 മുതൽ 1933 വരെയുള്ള 5 വർഷത്തേക്കാണ് അന്ന് റഷ്യ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയത്. അപ്പോൾ 1932 തന്നെ ഈ പദ്ധതി വിജയിക്കുകയും ചെയ്തു. സോ ഇതിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടാണ് ഇന്ത്യയും ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പിലാക്കിയത്. 1951 മുതൽ 2017 വരെയുള്ള കാലയളവിൽ നമ്മൾ പറഞ്ഞു 12 പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന പേരിൽ നടപ്പിലാക്കിയെന്ന് പറഞ്ഞു. എത്രയാണ്? 12 പഞ്ചവത്സര പദ്ധതികൾ. സോ ഇനി നമുക്കത് ഓരോന്നും എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. സോ ഫസ്റ്റ് വണ്ണാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951-നും 1956-നും ഇടയ്ക്കായിട്ടാണ് നിലനിന്നിരുന്നത്. ആ ഒരു 5 വർഷ കാലയളവിൽ. അപ്പം എന്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951-നും 1956-നും ഇടയിലായിട്ടാണ് നിലനിന്നിരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നത് ഏത് രാജ്യമാണെന്ന് പറഞ്ഞു? USSR ആണെന്ന് പറഞ്ഞു. സോ നമ്മൾ ഈ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടമെടുത്ത് എവിടെ നിന്ന് തന്നെയാണ്? USSRൽ നിന്ന് തന്നെയാണ്. അതുപോലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. ആരാണ്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തെ പ്രൈം മിനിസ്റ്റർ. അതുപോലെ ഈ ഒരു പദ്ധതിയുടെ കരട് മാതൃക അല്ലെങ്കിൽ ഇതൊരു ആമുഖമൊക്കെ തയ്യാറാക്കിയത് മലയാളിയായ ഡോക്ടർ KN രാജാണ്. എന്താണ്? ഈ ഒരു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു കരട് മാതൃകയും അതുപോലെ അതിൻ്റെ ആമുഖമൊക്കെ തയ്യാറാക്കിയത് മലയാളിയായ ഡോക്ടർ KN രാജാണ്. അപ്പോൾ ഈ ഒരു മാതൃക പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ ഒരു പദ്ധതി, അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡലിലാണ് തയ്യാറാക്കിയത്? ഹാരോഡ് ഡോമർ മോഡലിലാണ്. അപ്പം എന്താണ്? ഹാരോഡ് ഡോമർ മോഡലിലാണ് ഏത് പദ്ധതി രൂപീകരിച്ചത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നത്. അപ്പം ഹാരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതി അപ്പോൾ ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ മേഖലകൾ ഏതൊക്കെയായിരുന്നു? കൃഷി, ജലസേചനം, വൈദ്യുതീകരണം, അഭയാർത്ഥികളുടെ പുനരധിവാസം. ഏതൊക്കെയാണ്? കൃഷി, ജലസേചനം, വൈദ്യുതീകരണം, അഭയാർത്ഥികളുടെ പുനരധിവാസം. സോ ഇത്രയും മേഖലകളിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത്. നമുക്കറിയാം കുത്തഴിഞ്ഞ ഭരണവ്യവസ്ഥ നടത്തിയിരുന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും മോചനം ലഭിച്ചതിന് ശേഷവും ഇന്ത്യ നേരിട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഭക്ഷണക്ഷാമം. സോ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി കൂടുതൽ ഊന്നൽ നൽകിയതും കൃഷിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൂടുതൽ പ്രാധാന്യം നൽകിയതും കൃഷിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പഞ്ചവത്സര പദ്ധതിയെ കാർഷിക പദ്ധതി എന്നും അറിയപ്പെടുന്നു. എന്താണ്? കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നതും ഏത് പദ്ധതി തന്നെയാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. കാർഷികവുമായി ബന്ധപ്പെട്ട പദ്ധതി ആയതുകൊണ്ട് തന്നെ ജലസേചനം എന്താണ്? ഇവിടെ വളരെ അത്യാവശ്യമാണ്. സോ ജലസേചനപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒന്നാം പഞ്ചവത്സര പദ്ധതി മുൻതൂക്കം നൽകി. ഒപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികളുടെ ഒഴുക്കും ധാരാളമായിട്ട് ഇന്ത്യയിലേക്കുണ്ടായിരുന്നു. സോ ഇവരുടെ പുനരധിവാസവും ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. മറ്റൊരു പദ്ധതിയാണ് കുടുംബാസൂത്രണം. കുടുംബാസൂത്രണത്തിനും പ്രാധാന്യം നൽകിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ്. സാമൂഹിക വികസന പദ്ധതിയായ CDP അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം 1952 ഒക്ടോബർ 2-നാണ് ആരംഭിച്ചത്. ഇതാണ് സാമൂഹിക വികസന പദ്ധതിയായ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം 1952 ഒക്ടോബർ 2-നാണ് ആരംഭിച്ചത്. ഗ്രാമങ്ങളിൽ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണമായ വികസനമാണ് ഇത് ലക്ഷ്യമിട്ടത്. എന്താണ് ലക്ഷ്യമിട്ടത്? ഗ്രാമങ്ങളിൽ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണമായ വികസനമാണ് CDP അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നറിയപ്പെടുന്ന സാമൂഹിക വികസന പദ്ധതി ലക്ഷ്യമിട്ടത്. അതുപോലെ ലോകത്ത് ആദ്യമായിട്ട് കുടുംബാസൂത്രണം നടപ്പിലാക്കിയ രാജ്യം ആര് തന്നെയാണ്? ഇന്ത്യയാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പം എന്താണ്? ലോകത്ത് ആദ്യമായിട്ട് കുടുംബ
കുടുംബാസൂത്രണം നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്നത്തെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ മുൻഗാമിയാണ് CDP എന്നറിയപ്പെടുന്നത്. എന്താണ്? ഇന്നത്തെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ മുൻഗാമിയാണ് CDP. ഈ സംവിധാനത്തിൽ നിന്നും പലത് ഉൾക്കൊണ്ടാണ് ബൽവന്തർ മേത്ത പഞ്ചായത്ത് രാജ് സംവിധാന രൂപരേഖ തയ്യാറാക്കുന്നത്. എന്താണ്? CDP എന്ന സംവിധാനത്തിൽ നിന്നും പലതും ഉൾക്കൊണ്ടാണ് ബൽവന്തർ മേത്ത പഞ്ചായത്ത് രാജ് സംവിധാന രൂപരേഖ തയ്യാറാക്കിയത്. അതുപോലെ 55 പദ്ധതികൾ ഇന്ത്യ ഗവൺമെന്റ് ഈ ഒരു പദ്ധതി കാലത്ത് പ്രഖ്യാപിച്ചിരുന്നു. ഇവയൊക്കെ CDPയുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളാണ്. അതുപോലെ തന്നെ 5 IITകൾ സ്ഥാപിച്ചതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ സ്ഥാപിതമായതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചതും ഏത് സമയത്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഏതൊക്കെയായിരുന്നു അവ? ഫക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി. ഇപ്പം എന്താണ്? ഫക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി എന്നീ വൻകിട ജലസേചന പദ്ധതികൾ ഇന്ത്യയിൽ സ്ഥാപിച്ചതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സോ ഇത്രയുമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്തൊക്കെയായിരുന്നു? ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ നമുക്ക് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഇവ പ്രാധാന്യം നൽകിയ മേഖലകൾ അറിഞ്ഞിരിക്കണം. കൃഷി, ജലസേചനം, വൈദ്യുതീകരണം, അഭയാർത്ഥികളുടെ പുനരധിവാസം. അതുപോലെ ഈ ഒരു പദ്ധതിയുടെ കരട് മാതൃകയും അതുപോലെ അതിന്റെ ആമുഖമൊക്കെ തയ്യാറാക്കിയതാരാണ്? മലയാളിയായിട്ടുള്ള ഡോക്ടർ KN രാജാണ്. ഹാരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകി CDP അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കിയത് 1952 ഒക്ടോബർ 2 അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 55 പദ്ധതികൾ CDPയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 5 IITകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികളായിട്ടുള്ള ഫക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി സ്ഥാപിച്ചതും ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1%. എന്താണ്? 2.1% ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക്. എന്നാൽ നമ്മൾ കൈവരിച്ചത് എത്രയാണ്? 3.6%. അല്ലെ? കുറച്ച് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കൈവരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1%, കൈവരിച്ചത് 3.6% കാര്യവും ഓർത്തിരിക്കുക. അടുത്തൊരു പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 1961 വരെയുള്ള കാലഘട്ടത്തിലാണ് നിലനിന്നിരുന്നത്. അപ്പം എന്താണ്? 1956 മുതൽ 1961 വരെയുള്ള കാലഘട്ടത്തിലാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി നിലനിന്നിരുന്നത്. ഈ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? നെഹ്റു ആയിരുന്നു. അല്ലേ? ഈ സമയത്തെ പ്രധാനമന്ത്രി നെഹ്റു ആയിരുന്നു. അപ്പോൾ ഈ ഒരു പദ്ധതി മഹലനോബിസ് മാതൃകയിലുള്ള പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? മഹലനോബിസ് മാതൃകയിലുള്ള പദ്ധതി എന്നാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ അറിയപ്പെടുന്നത്. സോ ഈ ഒരു പദ്ധതി പ്രാധാന്യം നൽകിയ മേഖലകൾ ഏതൊക്കെയാണ്? വ്യവസായവൽക്കരണം, ഗതാഗത വികസനം. ഏതൊക്കെയാണ്? വ്യവസായവൽക്കരണവും ഗതാഗത വികസനവുമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ മേഖലകൾ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതിയെ നമ്മൾ വ്യാവസായിക പദ്ധതി എന്നും അറിയപ്പെടുന്നു. അപ്പം അതാണ് വ്യവസായവൽക്കരണത്തിനൊക്കെ പ്രാധാന്യം കൊടുത്ത പദ്ധതി ആയതുകൊണ്ട് രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ വ്യാവസായിക പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ സോഷ്യലിസ്റ്റ് മാതൃക പിന്തുടർന്ന ഒരു പദ്ധതി കൂടിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഇപ്പം എന്താണ്? സോഷ്യലിസ്റ്റ് മാതൃക പിന്തുടർന്ന ഒരു പദ്ധതി കൂടിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്നുള്ളത്. 1955 കോൺഗ്രസിന്റെ തമിഴ്നാട്ടിലെ ആവടി സമ്മേളനത്തിൽ അംഗീകരിച്ച സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശവും ഈ പദ്ധതിക്കുണ്ടായിരുന്നു. അപ്പം എന്താണ്? 1955 കോൺഗ്രസിന്റെ തമിഴ്നാട്ടിലെ ആവടി സമ്മേളനത്തിൽ അംഗീകരിച്ച സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശവും ഈ പദ്ധതിക്കുണ്ടായിരുന്നു. ഇതിനു ശേഷമാണ് ഇതിന്റെ രീതിക്ക് 1956 വ്യാവസായിക നയം നടപ്പിലാക്കുന്നത്. അപ്പം ഇതിന്റെ രീതിക്കാണ് പിന്നീട് എന്താണ് 1956 വ്യാവസായിക നയമൊക്കെ നടപ്പിലാക്കുന്നത്. എന്താണ് വ്യാവസായിക നയം കൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് വ്യവസായ വികസനം ലക്ഷ്യമിട്ട് സർക്കാർ ആവിഷ്കരിക്കുന്ന നയങ്ങളെയാണ് വ്യാവസായിക നയം എന്ന് പറയുന്നത്. അപ്പം എന്താണ്? വ്യവസായ വികസനം ലക്ഷ്യമിട്ട് സർക്കാർ ആവിഷ്കരിക്കുന്ന നയങ്ങളെയാണ് നമ്മൾ വ്യാവസായിക നയം എന്ന് പറയുന്നത്. ഇതിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള നയങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. ഏതൊക്കെയാണ്? ഇതിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള നയങ്ങളാണ് വ്യാവസായിക നയത്തിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യകാലത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണത്തിനും ഇത്തരം സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കും വേണ്ടി മാത്രമായിരുന്നു സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അപ്പം എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യകാലത്ത് ഇന്ത്യൻ സർക്കാർ എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണം
സംരക്ഷണത്തിനും അതുപോലെ ഇത്തരം സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കും വേണ്ടി മാത്രമായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ലോകത്ത് പ്രധാനമായും 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളാണുള്ളത്. എന്നാണ് ലോകത്ത് ഇന്ന് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളാണുള്ളത്. ഏതൊക്കെയാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, അതുപോലെ മിശ്ര സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, പിന്നുള്ള ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ. സോ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. സോ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അമേരിക്ക പോലെയുള്ള മുതലാളിത്ത രാഷ്ട്രങ്ങൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഏതാണ്? അമേരിക്ക പോലെയുള്ള മുതലാളിത്ത രാഷ്ട്രങ്ങൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്? അതായത് ഉൽപാദനത്തിന് അല്ലെങ്കിൽ ഉൽപാദകന്റെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ഇതിന്റെ മെയിൻ ലക്ഷ്യം പ്രോഫിറ്റ് മാത്രമാവുകയും ചെയ്യുന്നതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പം എന്താണ്? ഉൽപാദനത്തിന് അല്ലെങ്കിൽ ഉൽപാദകന്റെ ആവശ്യങ്ങൾക്കാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ പ്രാധാന്യം നൽകുന്നത്. കൂടാതെ പ്രോഫിറ്റ് മാത്രമായിരിക്കും ഇവിടുത്തെ മെയിൻ ലക്ഷ്യമെന്നും പറയുന്നത്. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഏതിന് ഉദാഹരണങ്ങളാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് കൊണ്ടാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ ഉൽപാദന ഉപാധികളും ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതും ഒരു കേന്ദ്രീകൃത സംവിധാനത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ? ഇതിന്റെ എല്ലാ ഉൽപാദന ഉപാധികളും ആരുടെ നിയന്ത്രണത്തിലായിരിക്കും? ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലായിരിക്കും. സോ ചൈന, ക്യൂബ എന്നീ രാജ്യങ്ങളാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ പിന്തുടരുന്നത്. ഇതുപോലെ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നാൽ എന്താണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില ഘടകങ്ങൾ മാത്രം ഒത്തുചേർന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. സോ ഈ ഒരു വ്യവസ്ഥയാണ് നമ്മൾ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില ഘടകങ്ങൾ മാത്രം ഒത്തുചേർന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏത് സമ്പദ് വ്യവസ്ഥയാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. എന്നാൽ ഇപ്പോൾ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇന്ത്യ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ. അതുപോലെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റു ലക്ഷ്യങ്ങളാണ് തൊഴിലില്ലായ്മ കുറയ്ക്കുക, അതുപോലെ ദേശീയ വരുമാനം ഉയർത്തുക എന്നുള്ളതും. എന്തൊക്കെയാണ്? തൊഴിലില്ലായ്മ കുറയ്ക്കുകയും ദേശീയ വരുമാനം ഉയർത്തുക എന്നുള്ളതും രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റു ലക്ഷ്യങ്ങളാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഈ ഒരു പദ്ധതി കാലത്ത് നിർമ്മാണ അനുമതി ലഭിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് ദുർഗാപൂർ, ഭിലായി, റൂർക്കേല. ഏതൊക്കെയാണ്? ദുർഗാപൂർ, ഭിലായി, റൂർക്കേല. ദുർഗാപൂർ എന്നത് ബ്രിട്ടന്റെ സഹായത്തോടെ പശ്ചിമ ബംഗാളിൽ നിലവിൽ വന്നതാണ്. ബ്രിട്ടന്റെ സഹായത്തോടെ പശ്ചിമ ബംഗാളിൽ നിലവിൽ വന്ന ഇരുമ്പുരുക്ക് ശാലയാണ് ദുർഗാപൂർ. അതുപോലെ ഭിലായി ആണെങ്കിൽ USSRന്റെ സഹായത്തോടെ ഛത്തീസ്ഗഡിൽ നിലവിൽ വന്ന ഒരു ഇരുമ്പുരുക്ക് ശാലയാണ്. റൂർക്കേല ആണെങ്കിലോ ജർമ്മനിയുടെ സഹായത്തോടെ ഒറീസ അല്ലെങ്കിൽ ഒഡീഷയിൽ നിലവിൽ വന്ന ഇരുമ്പുരുക്ക് ശാലയുമാണ്. അപ്പൊ എന്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് നിർമ്മാണ അനുമതി ലഭിച്ച ഇരുമ്പുരുക്ക് ശാലകൾ ഏതൊക്കെയാണ്? ദുർഗാപൂർ, ഭിലായി, റൂർക്കേല. രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 4.5%. എത്രയാണ്? 4.5%. കൈവരിച്ച വളർച്ചാ നിരക്ക് എത്രയാണ്? അത് 4.27%. 4.5% ലക്ഷ്യം വെച്ചെങ്കിലും നേടിയത് എത്രയാണ്? അല്ലെങ്കിൽ കൈവരിച്ചത് എത്രയാണ്? 4.27%. രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. 1961നും 66നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നതായിരുന്നു. എന്താണ്? സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നതായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു പദ്ധതി പൂർണ്ണ പരാജയമായിരുന്നു. ഈ ഒരു പദ്ധതി എന്താണ്? പൂർണ്ണ പരാജയമായിരുന്നു. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അധികാരത്തിലിരിക്കെ തന്നെ 2 പ്രധാനമന്ത്രിമാർ മരിക്കുകയും ചെയ്യുന്നത് ഏത് കാലഘട്ടത്തിലാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 1961 മുതൽ 66 വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിലെ, അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം തുടങ്ങിയ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ ഈ ഒരു മൂന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയ സമയത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് 1962 ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നുണ്ട്. ഇന്ത്യ ചൈന യുദ്ധം നടന്നത് മൂലം ഇന്ത്യയിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിനുശേഷം 1964 മെയ് മാസത്തിൽ ജവഹർലാൽ നെഹ്റു മരണമടയുകയാണ്. അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് മൂലം 1964 മെയ് മാസത്തിൽ ആ സമയത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു മരിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഒരു താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിൽ വരികയാണ്? ഗുൽസാരിലാൽ നന്ദ അധികാരത്തിൽ വരികയാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പിലൂടെ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം
1965 ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നു. അപ്പൊ രണ്ടാമത്തെ യുദ്ധമായ ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നത് 1965 കൂടാതെ പ്രോപ്പറായിട്ട് മൺസൂൺ ഒന്നും വരാത്തത് മൂലം ഇന്ത്യയിൽ കടുത്ത വരൾച്ചയും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ട്. തുടർന്ന് 1966 ജനുവരി മാസത്തിലെ ലാൽ ബഹദൂർ ശാസ്ത്രിയും ഹാർട്ട് അറ്റാക്ക് മൂലം മരിക്കുകയാണ്. അപ്പൊ എന്താണ് ഹാർട്ട് അറ്റാക്ക് മൂലം ലാൽ ബഹദൂർ ശാസ്ത്രിയും 1966 ജനുവരി മാസത്തിൽ മരണമടയുകയാണ്. അപ്പോൾ അധികാരത്തിലിരിക്കെ തന്നെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് മരണമടയുന്നത്. ഇതിനെ തുടർന്ന് വീണ്ടും ഒരു താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിലെത്തുന്നത് ഗുൽസാരിലാൽ നന്ദ തന്നെയാണ്. സോ ഇത്രയും കുറേയേറെ പ്രശ്നങ്ങൾ ഈ ഒരു പദ്ധതി കാലത്ത് വന്നതുകൊണ്ട് തന്നെ എന്താണ് പ്രോപ്പറായിട്ട് ആ പദ്ധതി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി പൂർണ്ണ പരാജയമായിരുന്നു. കൂടാതെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കാലഘട്ടത്തിൽ അതായത് 1965 നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിക്കുന്നത്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിക്കുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ഹരിത വിപ്ലവം എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതും മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെന്നും ഓർത്തിരിക്കുക. സോ ഈ ഒരു പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5.6%. അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6%, എന്നാൽ കൈവരിക്കാൻ കഴിഞ്ഞത് വെറും 2.4%. ചിലതിൽ 2.8% കാണിക്കുന്നുണ്ട്. അപ്പം എന്താണ് ലക്ഷ്യം വെച്ചത് 5.6%, എന്നാൽ കൈവരിക്കാൻ കഴിഞ്ഞത് 2.4 അല്ലെങ്കിൽ 2.8% എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. സോ ഈ ഒരു പദ്ധതിക്ക് ശേഷം മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷമുള്ള ഒരു 3 വർഷ കാലഘട്ടത്തിലേക്ക് ഒരു തരത്തിലുള്ള പദ്ധതിയും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തെ പ്ലാൻ ഹോളിഡേ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്താണ് പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെട്ടിരുന്ന കാലഘട്ടം 1966 മുതൽ 1969 വരെയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ 3 വാർഷിക പദ്ധതികളായിട്ടാണ് ഇന്ത്യയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിരുന്നത്. കൂടാതെ ഈ ഒരു കാലഘട്ടത്തിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതിനുശേഷം നാലാം പഞ്ചവത്സര പദ്ധതി വരികയാണ്. 1969 മുതൽ 1974 വരെയുള്ള 5 വർഷക്കാലത്തേക്ക് നാലാം പഞ്ചവത്സര പദ്ധതി വരികയാണ്. ഈ ഒരു പദ്ധതി കാലത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണ്? സ്ഥിരതയോട് കൂടിയൊരു വളർച്ച. എന്താണ് സ്ഥിരതയോട് കൂടിയൊരു വളർച്ച? അതുപോലെ തന്നെ സ്വാശ്രയത്വം നേടിയെടുക്കുക. സ്ഥിരതയോട് കൂടിയൊരു വളർച്ചയും സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നീ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇവർ വെച്ചിരുന്ന എയിം എന്ന് പറയുന്നത്. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയ ഒരു പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതിയാണെന്നുള്ളൊരു കാര്യം കൂടെ ഓർത്തിരിക്കണം. ഇതാണ് ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയ പദ്ധതി. ഏതാണ്? നാലാം പഞ്ചവത്സര പദ്ധതിയാണ്. കൂടാതെ ഈ ഒരു പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്? നാലാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ 1969 ജൂലൈ 19. 1969 ജൂലൈ 19 ഇന്ത്യയിൽ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. എന്താണ് ബാങ്ക് ദേശസാൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു സ്വകാര്യ ബാങ്കിന്റെ ഭൂരിഭാഗം ഓഹരികളും സർക്കാരിൽ നിക്ഷിപ്തമാവുകയും ബാങ്ക് ഒരു പൊതുമേഖലാ സ്ഥാപനമായി മാറുകയും ചെയ്യുന്ന പ്രക്രിയക്കാണ് നമ്മൾ ബാങ്ക് ദേശസാൽക്കരണം എന്ന് പറയുന്നത്. എന്താണ്? ഒരു സ്വകാര്യ ബാങ്കിന്റെ ഭൂരിഭാഗം ഓഹരികളും സർക്കാരിൽ നിക്ഷിപ്തമാവുകയും ബാങ്ക് ഒരു പൊതുമേഖലാ സ്ഥാപനമായി മാറുകയും ചെയ്യുന്ന പ്രക്രിയക്കാണ് ബാങ്ക് ദേശസാൽക്കരണം എന്ന് പറയുന്നത്. അതായത് സ്വകാര്യ ബാങ്കിന്റെ നിയന്ത്രണവും ഉടമസ്ഥതയും സർക്കാരിന്റെ കീഴിലേക്ക് മാറ്റുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ബാങ്ക് ദേശസാൽക്കരണം വഴിയുണ്ട്. കൂടാതെ ബാങ്കിംഗ് സംവിധാനം ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തിക്കുക, അതുപോലെ കർഷകർക്ക് എളുപ്പത്തിൽ സാമ്പത്തിക സഹായം ലഭ്യമാക്കുക, ഇവയൊക്കെ ബാങ്ക് ദേശസാൽക്കരണം വഴി ലക്ഷ്യമിട്ടവയാണ്. എന്തൊക്കെയാണ്? ബാങ്കിംഗ് സംവിധാനം ഗ്രാമപ്രദേശങ്ങളിൽ എത്തിക്കുക, കർഷകർക്ക് എളുപ്പത്തിൽ സാമ്പത്തിക സഹായം ലഭ്യമാക്കുക എന്നതും ബാങ്ക് ദേശസാൽക്കരണം വഴി ലക്ഷ്യമിട്ടവയാണ്. സോ ഈ ബാങ്ക് ദേശസാൽക്കരണം നടന്നതും നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ഓർത്തിരിക്കുക. കൂടാതെ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പദ്ധതിയും ഏതാണ്? നാലാം പഞ്ചവത്സര പദ്ധതിയാണ്. എന്താണ്? ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പദ്ധതിയും നാലാം പഞ്ചവത്സര പദ്ധതിയാണ്. കൂടാതെ ഡോക്ടർ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ ധവള വിപ്ലവം ഇന്ത്യയിൽ നടപ്പിലാക്കിയതും നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ഓർക്കുക. ഡോക്ടർ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ ധവള വിപ്ലവം ഇന്ത്യയിൽ നടപ്പിലാക്കിയതും നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് ഓപ്പറേഷൻ ഫ്ലഡ് അഥവാ ധവള വിപ്ലവം ഇന്ത്യയിൽ നടപ്പിലാക്കിയതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 1970 ഓപ്പറേഷൻ ഫ്ലഡ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. ഇത്രയൊക്കെയാണെങ്കിലും നാലാം പഞ്ചവത്സര പദ്ധതിയും ഒരു പരാജയമായിരുന്നു. നാലാം പഞ്ചവത്സര പദ്ധതിയും എന്താണ്? ഒരു പരാജയമായിരുന്നു. കാരണം എന്താണ്? 1971 ഇൻഡോ പാക് യുദ്ധവും തുടർന്നുള്ള അടിയന്തരാവസ്ഥയും ഒപ്പം ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും ഈ പദ്ധതി പരാജയപ്പെടാൻ കാരണമായി. എന്താണ്? 1971 ഇൻഡോ പാക് യുദ്ധവും തുടർന്നുള്ള അടിയന്തരാവസ്ഥയും പിന്നീട് ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും നാലാം പഞ്ചവത്സര പദ്ധതി പരാജയപ്പെടാൻ കാരണമായിട്ടുണ്ട്. നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.7%. എന്താണ്? നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 5.7%. അതേസമയം കൈവരിച്ച വളർച്ചാ നിരക്ക് എത്രയാണ്? അത് 3.3%. ഓക്കെ, അപ്പൊ 5.7% ലക്ഷ്യമിട്ട വളർച്ചാ നിരക്കിൽ നിന്ന് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് വെറും 3.3% കാര്യം കൂടി
കൂടി ഓർത്തിരിക്കുക. നെക്സ്റ്റ് വണ്ണാണ് 5ാം പഞ്ചവത്സര പദ്ധതി. 5ാം പഞ്ചവത്സര പദ്ധതി ഏത് കാലഘട്ടത്തിലായിരുന്നു? 1974നും 1979നും ഇടയിലുള്ള കാലഘട്ടത്തിൽ നടന്നിരുന്ന പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതി സമയത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയായിരുന്നു. 5ാം പഞ്ചവത്സര പദ്ധതി കാലത്തും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര് തന്നെയായിരുന്നു? ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. സോ ഈ ഒരു പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? സി സുബ്രഹ്മണ്യമാണ്. എന്നാണ് ഈ ഒരു പദ്ധതിയുടെ, അതായത് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയത് സി സുബ്രഹ്മണ്യമാണ്. ഇത് പിന്നീട് പുനരൂപരേഖ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഈ പദ്ധതി പിന്നീട് തയ്യാറാക്കിയത് DP ധർ ആണ്. ഈ പദ്ധതി തയ്യാറാക്കിയത് ആരാണ്? DP ധർ ആണ്. സോ ഈ 5ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്ത മേഖലകൾ ഏതൊക്കെയാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വയം പര്യാപ്തതയുമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വയം പര്യാപ്തതയുമാണ് 5ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്ത മേഖലകൾ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ദിരാഗാന്ധി 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇതിനെ തുടർന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ മുദ്രാവാക്യമാണ് ഗരീബി ഹട്ടാവോ. എന്നാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് ഇന്ദിരാഗാന്ധി 20 ദിന പരിപാടികൾ 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കി. ഇതിനെ തുടർന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് ഗരീബി ഹട്ടാവോ. എന്താണ് ഗരീബി ഹട്ടാവോ? ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചതും ഈ ഒരു കാലഘട്ടത്തിലാണ്. എന്താണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്നൊരു പദ്ധതിയും ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? 5ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. കാർഷികോൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി 1974-75 സമയത്ത് ഇത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കാർഷികോൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി 1974-75 ആ ഒരു കാലഘട്ടത്തിൽ 5ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ സമയത്ത് കൊണ്ടുവന്ന മറ്റൊരു പ്രോഗ്രാമാണ് മിനിമം നീഡ്സ് പ്രോഗ്രാം. മിനിമം നീഡ്സ് പ്രോഗ്രാം എന്നത് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ഒരുക്കിയ ഒരു പ്രോഗ്രാമാണ്. ഇതാണ് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ഒരുക്കിയ ഒരു പ്രോഗ്രാമാണ് മിനിമം നീഡ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ ഒരു പദ്ധതി ഏത് കാലഘട്ടത്തിലാണ് കൊണ്ടുവന്നത്? 5ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുണ്ടായി. മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ 1975 പ്രഖ്യാപിക്കുകയുണ്ടായി. സോ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുള്ള രാഷ്ട്രീയ മാറ്റവും പ്ലാനിന്റെ നടത്തിപ്പിനെ സാരമായി ബാധിക്കുകയും ചെയ്തു. എന്താണ് ഈ ഒരു അടിയന്തരാവസ്ഥയും തുടർന്നുള്ള രാഷ്ട്രീയ മാറ്റവും 5ാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിനെ സാരമായി ബാധിച്ചു. അതുപോലെ ഇവർ ലക്ഷ്യമിട്ട 5ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 4.4%. അപ്പോൾ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാണ്? 4.4%. എന്നാൽ കൈവരിച്ച വളർച്ചാ നിരക്ക് എത്രയാണ്? അത് 4.8%. ഓക്കെ, അപ്പോൾ ലക്ഷ്യമിട്ടത് 4.4%, കൈവരിച്ച വളർച്ചാ നിരക്ക് 4.8% ആണെന്നുള്ള കാര്യം കൂടി 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഓർത്തിരിക്കുക. ഇതുവരെ 3 ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ സംഭവിച്ചു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ എന്താണ് ഈ ദേശീയ അടിയന്തരാവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയാണ് ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. എന്താണ്? രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥയാണ് ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. സോ ഭരണഘടനയുടെ 352ാം അനുച്ഛേദ പ്രകാരമാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഏതാണ്? ഭരണഘടനയുടെ 352ാം അനുച്ഛേദ പ്രകാരമാണ് ദേശീയ അടിയന്തരാവസ്ഥ ആര് പ്രഖ്യാപിക്കുന്നത്? രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്നത്. അതുപോലെ യുദ്ധം, വൈദേശിക ആക്രമണം, സായുധ കലാപം എന്നിവയാണ് ഇതിന് കാരണമാകുന്നത്. ഏതൊക്കെയാണ്? യുദ്ധം, വൈദേശിക ആക്രമണം, സായുധ കലാപം എന്നിവ മൂലമാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ സായുധ കലാപം എന്ന് പറയുന്നത് എന്താണ്? അത് രാജ്യത്തിനകത്ത് സായുധരായ ആളുകൾ തമ്മിൽ കലാപമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് സായുധ കലാപം എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ്? യുദ്ധം, വൈദേശിക ആക്രമണം, സായുധ കലാപം. ഈ 3 കാരണങ്ങൾ മൂലമാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആരാണ് പ്രഖ്യാപിക്കുന്നത്? രാഷ്ട്രപതിയാണ് പ്രഖ്യാപിക്കുന്നത്. ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഭരണഘടനയുടെ 352ാം അനുച്ഛേദ പ്രകാരമാണ്. അതുപോലെ ഈ അവസ്ഥയിൽ പൗരന്മാരുടെ മൗലികാവകാശങ്ങളിൽ നിയന്ത്രണം വരികയും കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരം ലഭിക്കുകയും ചെയ്യും. ഇപ്പം എന്താണ്? ഈ ഒരു അവസ്ഥയിൽ പൗരന്മാരുടെ മൗലികാവകാശങ്ങളിൽ ചിലതിനെന്താണ്? നിയന്ത്രണങ്ങൾ വരും. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 തവണ ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? 1ാം തവണ പ്രഖ്യാപിച്ചത് 1962 1962 ഇന്ത്യ ചൈന വാറിന്റെ സമയത്താണ് ആദ്യത്തെ തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതുപോലെ 2ാമത്തെ തവണ എന്നാണ്? അത് 1971 ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സമയത്തും. ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സമയത്ത് 1971 2ാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 3ാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതി സമയത്ത്. നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു പോയ 5ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് 3ാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അത് 1975 കാര്യം കൂടെ ഓർത്തിരിക്കുക.
മൂന്നാമത്തെ തവണ പ്രഖ്യാപിച്ച എന്ത് മൂലമാണ്? ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്നാണ് ഇന്ദിരാഗാന്ധി സർക്കാർ ഈ ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്നാണ് ഇന്ദിരാഗാന്ധി സർക്കാർ മൂന്നാം തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇത്രയുമാണ് ദേശീയ അടിയന്തരാവസ്ഥയെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു 5ാമത്തെ പഞ്ചവത്സര പദ്ധതി വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ 5ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ അതിൻ്റെ വർഷം എത്ര വരെയാണെന്ന് ഓർമ്മയുണ്ടോ? 5ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ 1974 മുതൽ 1979 വരെയുള്ള കാലഘട്ടമാണ് 5ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. സോ ഈ ആദ്യത്തെ 1974 കഴിഞ്ഞ് 75 തൊട്ടടുത്ത വർഷം എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ 1975 ഇന്ത്യയിൽ മൂന്നാമത്തെ അടിയന്തരാവസ്ഥ ഉണ്ടായതിനെ തുടർന്ന് ഈ പദ്ധതി പൂർത്തിയാകും മുമ്പേ അടുത്ത തെരഞ്ഞെടുപ്പ് നടന്നു. ഓക്കെ, ഇപ്പം എന്താണ് അടുത്തൊരു തെരഞ്ഞെടുപ്പ് നടന്നു. തുടർന്ന് 1978 ജനതാ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്ററായി അധികാരത്തിൽ വരികയും ചെയ്തു. എന്നാണ് നമ്മൾ പറഞ്ഞു. ഈ ഒരു സമയത്ത് 5ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രിയായിട്ടിരുന്നത്. എന്നാൽ 1975 ഈ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ആ ഒരു പദ്ധതി അവിടെ പാതി വഴിക്ക് അവിടെ നിർത്തുകയാണ് ഉണ്ടായത്. തുടർന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. അങ്ങനെ 1978 ജനതാ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്ററായി അധികാരത്തിൽ വരികയും ഇന്ദിരാഗാന്ധി നേതൃത്വം കൊടുത്ത 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കുകയും 1979 അവസാനിക്കേണ്ടിയിരുന്ന ഈ പദ്ധതി 1978 അവസാനിപ്പിച്ചു. അപ്പോൾ 1978 തന്നെ എന്താണ്? 5ാം പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിച്ചു. ശേഷം മൊറാർജി ദേശായി പുതിയൊരു പദ്ധതിക്ക് തുടക്കമിട്ടു. അതാണ് 6ാം പദ്ധതിയായ ഉരുൾ പദ്ധതി. 6ാം പദ്ധതിയായ ഉരുൾ പദ്ധതി അല്ലെങ്കിൽ റോളിംഗ് പ്ലാൻ എന്ന് നമുക്ക് ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇത് 1978 മുതൽ 1983 കാലഘട്ടത്തിലാണ് റോളിംഗ് പ്ലാൻ അല്ലെങ്കിൽ ഉരുൾ പദ്ധതി തയ്യാറാക്കിയത്. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? സാമൂഹ്യ നീതിയോടൊപ്പം വളർച്ച എന്നതിന് പകരം സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നാണ് റോളിംഗ് പ്ലാൻ അല്ലെങ്കിൽ ഉരുൾ പദ്ധതി എന്ന 6ാം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ് ലക്ഷ്യം? സാമൂഹ്യ നീതിയോടൊപ്പം വളർച്ച എന്നതിന് പകരം സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നാക്കി മാറ്റി. സോ ഈ ഒരു പ്ലാൻ, റോളിംഗ് പ്ലാൻ എന്ന് പറഞ്ഞ ഒരു ആശയം ഗുണ്ണാർ മിർഡലാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? ഗുണ്ണാർ മിർഡലാണ്. ഇദ്ദേഹം ഒരു സ്വീഡിഷ് എക്കണോമിസ്റ്റ് ആണ്. ഇദ്ദേഹം ഒരു സ്വീഡിഷ് എക്കണോമിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു രചനയാണ് ഏഷ്യൻ ഡ്രാമ ആൻഡ് എൻക്വയറി ടു ദ പോവർട്ടി ഓഫ് നേഷൻ. ഏഷ്യൻ ഡ്രാമ ആൻഡ് എൻക്വയറി ടു ദ പോവർട്ടി ഓഫ് നേഷൻ. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ ദാരിദ്ര്യത്തെ പറ്റിയാണ് ഈ ബുക്കിൽ പറയുന്നത്. സോ റോളിംഗ് പ്ലാനിനെ പറ്റിയിട്ടും അദ്ദേഹം ഈ ഒരു ബുക്കിൽ പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടേമാണ് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത്. ഇപ്പം ഹിന്ദു വളർച്ചാ നിരക്ക് അല്ലെങ്കിൽ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്ന ആ ഒരു ടേം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് 1ാം പഞ്ചവത്സര പദ്ധതി കാലം മുതൽ, അതായത് 1950 മുതൽ 1980 വരെയുള്ള കാലയളവിലെ 1ാം പഞ്ചവത്സര പദ്ധതി കാലം മുതൽ 5ാം പഞ്ചവത്സര പദ്ധതി കാലം വരെയുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശരാശരി വളർച്ചാ നിരക്ക് 3.5%. എത്രയാണ്? 3.5%. സോ ഇതിനെ സൂചിപ്പിക്കുന്ന ഒരു റേറ്റ് ആണ് എന്ത്? ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത്? 1ാം പഞ്ചവത്സര പദ്ധതി കാലം മുതൽ 5ാം പഞ്ചവത്സര പദ്ധതി കാലം വരെ, അതായത് 1950 മുതൽ 1980 വരെയുള്ള കാലയളവിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശരാശരി വളർച്ചാ നിരക്ക് 3.5%. സോ ഈ ഒരു റേറ്റിനെ സൂചിപ്പിക്കുന്നതാണ് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ ഹിന്ദു വളർച്ചാ നിരക്ക് എന്നുള്ളത്. ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് രാജ് കൃഷ്ണയാണ്. ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആയിരുന്ന രാജ് കൃഷ്ണയാണ് ഹിന്ദു വളർച്ചാ നിരക്ക് അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പോയിന്റിലേക്ക് തിരിച്ചു വരാം. മൊറാർജി ദേശായിയുടെ റോളിംഗ് പ്ലാൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ മൊറാർജി ദേശായിക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അധികം കഴിഞ്ഞില്ല. അപ്പം എന്താണ്? മൊറാർജി ദേശായിക്ക് അധികം അദ്ദേഹത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞില്ല. 1979 അദ്ദേഹത്തിന്റെ ഭരണം അവസാനിക്കുകയും തുടർന്ന് ചരൺ സിംഗ് അധികാരത്തിൽ വരികയും ചെയ്തു. അപ്പം എന്താണ്? ഇദ്ദേഹം അധികാരത്തിൽ കയറി തൊട്ടടുത്ത വർഷം തന്നെ എന്താണ് ഇദ്ദേഹത്തിന്റെ ഭരണം, അതായത് മൊറാർജി ദേശായിയുടെ ഭരണം 1979 അവസാനിപ്പിക്കേണ്ടി വന്നു. തുടർന്ന് ചരൺ സിംഗ് അധികാരത്തിൽ വരികയും 170 ദിവസം മാത്രമാണ് ഇദ്ദേഹത്തിനും അധികാരത്തിൽ തുടരാൻ കഴിഞ്ഞത്. പിന്നീട് എന്താണ്? വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 1980 ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിൽ വരികയും പഞ്ചവത്സര പദ്ധതി വീണ്ടും ആരംഭിക്കുകയും ചെയ്യുകയാണ്. അപ്പം എന്താണ്? ഇതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നടന്നു അല്ലേ? ഇന്ദിരാഗാന്ധി ഓൾറെഡി 5ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങി വെച്ചിരുന്നു. പക്ഷേ എന്താണ്? ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ മൂലം എന്താണ് ആ ഒരു
മന്ത്രിസഭ പിരിച്ചുവിടുകയും പിന്നെന്താണ് മൊറാർജി ദേശായി ഭരണത്തിൽ വരുന്നു. മൊറാർജി ദേശായിക്കും എന്താണ് ഈ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, റോളിംഗ് പ്ലാനും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതിനുശേഷം ആര് വരികയാണ്? ചരൺ സിംഗ് വരികയാണ്. പക്ഷെ ചരൺ സിംഗിനും എന്താണ് ഈ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പിന്നീട് വീണ്ടും ആര് വരികയാണ്? 1980 ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിൽ വരികയാണ്. തുടർന്ന് പഞ്ചവത്സര പദ്ധതി, അതായത് 6ാം പഞ്ചവത്സര പദ്ധതി എന്താണ് വീണ്ടും ആരംഭിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കാലാവധിക്ക് മുൻപേ അവസാനിപ്പിച്ച പദ്ധതി ഏതായിരുന്നു? അത് 5ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു അല്ലേ? കാലാവധിക്ക് മുൻപേ അവസാനിപ്പിച്ച പദ്ധതി ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതായത് ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം ഒരു ദേശീയ അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ചില്ലേ, സോ അതുകൊണ്ടാണ് ആ ഒരു പദ്ധതി അവസാനിപ്പിക്കേണ്ടി വന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പദ്ധതിയാണ് 6ാം പഞ്ചവത്സര പദ്ധതി. 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എങ്ങനെയാണ്? 1980നും 85നും ഇടയ്ക്കാണ്. 1980നും 85നും ഇടയ്ക്കുള്ള 5 വർഷ കാലയളവാണ് 6ാം പഞ്ചവത്സര പദ്ധതി നിലനിന്നിരുന്ന സമയം എന്ന് പറയുന്നത്. സോ 2 തവണ അവതരിപ്പിക്കപ്പെട്ട ഏക പദ്ധതിയും ഏത് തന്നെയാണ്? 6ാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലേ? ഒന്നെന്താണ് റോളിംഗ് പ്ലാൻ എന്ന് പറഞ്ഞ ഒരു പേരിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ 6ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും എന്താണ് അവതരിപ്പിക്കപ്പെടുകയാണ്. സോ ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക, അതുപോലെ നിലവിലെ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം, പിന്നീട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. എന്തൊക്കെയാണ്? ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക, നിലവിലെ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. സോ ഇത്രയുമാണ് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കൂടാതെ നെഹ്റുവിൻ്റെയും സോഷ്യലിസ്റ്റിൻ്റെയും അവസാനം എന്ന് പറയുന്ന പദ്ധതിയും ഏതാണ്? 6ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പം എന്താണ്? നെഹ്റുവിൻ്റെയും സോഷ്യലിസ്റ്റിൻ്റെയും അവസാനം എന്ന് പറയുന്ന പദ്ധതിയും ഏതാണ്? 6ാം പഞ്ചവത്സര പദ്ധതിയാണ്. കൂടാതെ ഉദാരവൽക്കരണത്തിന് എന്താണ് ഈ ഒരു പദ്ധതി തുടക്കം കുറിക്കുകയാണ്. ഉദാരവൽക്കരണത്തിനും 6ാം പഞ്ചവത്സര പദ്ധതി എന്താണ് തുടക്കം കുറിക്കുകയാണ്. എന്താണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്? സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമായിരുന്ന നിയന്ത്രണങ്ങളിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കുന്ന അവസ്ഥയാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. എന്താണ്? സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമായിരുന്ന നിയന്ത്രണങ്ങളിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കുക എന്നൊരു പ്രോസസ്സാണ് ഉദാരവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചില ലൈസൻസുകൾ, പെർമിറ്റ്, നിയന്ത്രണങ്ങൾ ഒഴിവാക്കുകയും സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് സാമ്പത്തിക വളർച്ചയെ സഹായിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? ചില ലൈസൻസുകളും പെർമിറ്റുകളും മറ്റു ചില നിയന്ത്രണങ്ങളൊക്കെ എന്താണ് ഒഴിവാക്കുകയും കൂടാതെ സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഇതുവഴി സാമ്പത്തിക വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഉദാരവൽക്കരണം എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പലതിനും വില നിയന്ത്രണം എടുത്തു മാറ്റി. എന്താണ്? പല കാര്യങ്ങൾക്കും വില നിയന്ത്രണം എടുത്തു മാറ്റുകയും ചെയ്തു. ഒപ്പം ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമിട്ടിട്ടുള്ള DWCRA, അതായത് ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ് എന്നൊരു പദ്ധതിയും 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വന്നത്. ഏതാണ്? DWCRA. ഫുൾ ഫോം എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് DWCRA. ഫുൾ ഫോം എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ്. ഈ ഒരു പദ്ധതിയും ഏത് കാലഘട്ടത്തിലാണ് വന്നത്? 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഒപ്പം IRDP, TYSM, NREM എന്നീ തൊഴിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിയതും 6ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഏതൊക്കെയാണ്? IRDP, TYSM, NREM എന്നീ തൊഴിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിയതും ഏത് കാലഘട്ടത്തിലാണ്? 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എന്താണ് IRDP എന്ന് പറയുന്നത്? IRDPയുടെ ഫുൾ ഫോം ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. എന്താണ്? ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് IRDP, അതായത് സംയോജിത ഗ്രാമവികസന പദ്ധതി എന്നതാണ് IRDP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ 1976ലാണ് IRDP സ്ഥാപിതമാകുന്നത്. എന്താണ്? 1976ലാണ് IRDP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എന്നൊരു പദ്ധതി കൊണ്ടുവരുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും ഗ്രാമവികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് വന്നൊരു പദ്ധതിയാണ്. എന്തൊക്കെയാണ്? ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും ഗ്രാമവികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി വന്നൊരു പദ്ധതിയാണ് IRDP. അതുപോലെ പ്രാദേശിക വിഭവങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കുന്നതിനായി സർവേ നടത്തുക എന്നതായിരുന്നു ഇതിൻ്റെ മറ്റൊരു ലക്ഷ്യം. എന്താണ്? പ്രാദേശിക വിഭവങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കുന്നതിനായി സർവേ നടത്തുക എന്നതാണ് IRDPയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ ചെറുകിട കർഷകർ, കരകൗശല വിദഗ്ധർ, കന്നുകാലി അല്ലെങ്കിൽ ആടുകൾ വളർത്തൽ എന്നിവയ്ക്ക്
എന്നിവയ്ക്കും പ്രത്യേക ശ്രദ്ധ ഈ ഒരു പദ്ധതി നൽകി. എന്താണ്? IRDP, TYSM, NREM എന്നീ തൊഴിൽ വികസന പദ്ധതികൾ ഏത് സമയത്താണ് നടപ്പിലാക്കിയത്? 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നടപ്പിലാക്കിയത്. IRDPയുടെ ഫുൾ ഫോം എന്താണ്? ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നതാണ്. അതായത് സംയോജിത ഗ്രാമവികസന പദ്ധതി. നെക്സ്റ്റ് വണ്ണാണ് NREM. NREM എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് മിഷൻ. എന്താണ്? നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് മിഷനാണ് NREM എന്ന് പറയുന്നത്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? തൊഴിലുറപ്പ് പദ്ധതിയുടെ മുൻഗാമി എന്നാണ് ഇതറിയപ്പെടുന്നത്. എന്താണ്? തൊഴിലുറപ്പ് പദ്ധതിയുടെ മുൻഗാമി എന്നാണ് NREM എന്ന നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് മിഷനെ അറിയപ്പെടുന്നത്. മെയിനായിട്ടും വിവിധ ഉപജീവന മാർഗങ്ങളിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് NREMൻ്റെ ലക്ഷ്യം. ഇതാണ് വിവിധ ഉപജീവന മാർഗങ്ങളിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ മുൻഗാമിയായ NREMൻ്റെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് TYSM. എന്താണ് TYSM? ട്രെയിനിങ് ഓഫ് യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ട്രെയിനിങ് ഓഫ് യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ് TYSM. അതായത് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി ഇന്ത്യൻ യുവാക്കളെ സജ്ജമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് TYSM. ഇതാണ് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി ഇന്ത്യൻ യുവാക്കളെ സജ്ജമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് TYSM എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ 6ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് തന്നെയാണ് നബാർഡിന്റെ രൂപീകരണവും നടന്നത്. നബാർഡ് എന്ന് പറയുന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ്. എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് ഫുൾ ഫോം. ഇതൊരു തദ്ദേശീയ ബാങ്കാണ്, അല്ലെങ്കിൽ ഇതൊരു സവിശേഷ ബാങ്കാണ്. ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് എന്തെന്ന് പറയുന്നത്? നബാർഡ് എന്ന് പറയുന്നത്. മെയിനായിട്ടും കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ദേശീയ ബാങ്ക്. എന്താണ്? കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ദേശീയ ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. 1982 ജൂലൈ 12 നബാർഡ് രൂപീകരിക്കുന്നത്. 6ാം പഞ്ചവത്സര പദ്ധതി സമയത്താണെന്നും ഓർത്തിരിക്കുക. സോ നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ് നബാർഡിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. സോ ഈ ഒരു ബാങ്ക് രൂപീകരിച്ചതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഗ്രാമീണ മേഖലയുടെ ഉന്നമനം. എന്താണ്? ഗ്രാമീണ മേഖലയുടെ ഉന്നമനം, ഗ്രാമീണ മേഖലയിലെ കൃഷി, ചെറുകിട വ്യവസായം എന്നിവയെ അഭിവൃദ്ധിപ്പെടുത്തുന്നു. എന്തൊക്കെയാണ്? ഗ്രാമീണ മേഖലയുടെ ഉന്നമനം, കൃഷി, ചെറുകിട വ്യവസായം എന്നിവയെ അഭിവൃദ്ധിപ്പെടുത്തുക എന്നതാണ് നബാർഡ് എന്ന സവിശേഷ ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബി ശിവരാമൻ കമ്മീഷനാണ് നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ. അപ്പോൾ ഈ നബാർഡിനെ നമുക്ക് ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്ന പേരിലും അറിയപ്പെടുന്നത് ഏത് ബാങ്കാണ്? നബാർഡ് എന്ന് പറയുന്ന ബാങ്കാണ്. അതുപോലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സെന്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ലക്നൌവിൽ സ്ഥാപിച്ച ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സെന്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ഓർ CCC ലക്നൌവിൽ സ്ഥാപിച്ച ബാങ്ക് ഏതാണ്? നബാർഡ് ബാങ്കാണ്. അതുപോലെ കേരളത്തിൽ നബാർഡിന്റെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. അപ്പോൾ എന്താണ്? കേരളത്തിൽ നബാർഡിന്റെ റീജിയണൽ ഓഫീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് നബാർഡ് എന്ന് പറയുന്നത്? കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ദേശീയ ബാങ്കാണെന്ന് ഓർക്കുക. 1982 ജൂലൈ 12 അതായത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന നബാർഡ് എന്ന് പറയുന്ന ഒരു സവിശേഷ ബാങ്ക് രൂപീകരിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. സോ 6ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാണ്? അത് 5.2%. 5.2% ലക്ഷ്യമിട്ടു. കൈവരിച്ചത് എത്രയാണ്? 5.7% കൈവരിക്കുകയും ചെയ്തു. അപ്പോൾ 5.2% ലക്ഷ്യമിട്ടു, 5.7% കൈവരിക്കുകയും ചെയ്തു. അടുത്തതാണ് 7ാം പഞ്ചവത്സര പദ്ധതി. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1985-നും 1990-നും ഇടയ്ക്കുള്ള 5 വർഷ കാലയളവാണ്. ഏതൊക്കെയാണ്? 1985-നും 1990-നും ഇടയ്ക്കാണ് 7ാം പഞ്ചവത്സര പദ്ധതി നടന്നത്. സോ 1984 ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു. അപ്പം എന്താണ്? 1984 ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു. അതിനുശേഷം ആരാണ് പ്രധാനമന്ത്രിയായി എത്തുന്നത്? രാജീവ് ഗാന്ധിയാണ്. ഓക്കെ. അപ്പം എന്താണ്? 1984 ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിനെ തുടർന്ന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു. അദ്ദേഹത്തിൻ്റെ 48ാമത്തെ വയസ്സിലാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ എന്നറിയപ്പെടുന്നതും ആരാണ്? രാജീവ് ഗാന്ധിയാണ്. അപ്പം എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൈം മിനിസ്റ്റർ പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തി ആരാണ്? രാജീവ് ഗാന്ധിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. സോ ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, ഭക്ഷ്യധാന്യ ഉൽപാദന വർധനവ്, ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത, സാമൂഹിക നീതി, ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള വ്യാവസായിക വളർച്ച. എന്തൊക്കെയാണ് 7ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിട്ടുള്ളത്? തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, ഭക്ഷ്യധാന്യ ഉൽപാദന വർധനവ്, ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത, സാമൂഹിക നീതി, ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള
വ്യാവസായിക വളർച്ച. കൂടാതെ വിവര സാങ്കേതിക വിദ്യയിൽ വിപ്ലവകരമായി മുന്നേറ്റം നടന്നത് രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോഴാണ്. അപ്പം എന്താണ്, രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോഴാണ് വിവര സാങ്കേതിക വിദ്യയിൽ വിപ്ലവകരമായിട്ടുള്ള പല മുന്നേറ്റങ്ങളും നടന്നത്. അതുകൊണ്ട് തന്നെ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. എന്താണ്, വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. അതുപോലെ ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പഞ്ചവത്സര പദ്ധതിയും ഏത് തന്നെയാണ്? 7ാം പഞ്ചവത്സര പദ്ധതി തന്നെയാണ്. അപ്പം എന്താണ്, ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പഞ്ചവത്സര പദ്ധതിയും ഏത് തന്നെയാണ്? 7ാം പഞ്ചവത്സര പദ്ധതിയാണ്. സോ ഇതിനായി രാജീവ് ഗാന്ധിയെ സഹായിച്ച ഇദ്ദേഹത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവ് ആരാണ്? സാം പിത്രോഡയാണ്. ആരാണ്? സാം പിത്രോഡ. ഓക്കെ, അപ്പോൾ ഈ 7ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 5% ലക്ഷ്യം വെച്ചത്. കൈവരിച്ചത് എത്രയാണ്? 6%. ചിലതിൽ 6.1% എന്നും കാണിക്കുന്നുണ്ട്. അപ്പം എന്താണ്, 7ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5%, കൈവരിച്ച വളർച്ചാ നിരക്ക് 6% അല്ലെങ്കിൽ 6.1% കാര്യം കൂടി ഓർത്തിരിക്കുക. സോ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6% എത്തുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 7ാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് കൂടി ഓർത്തിരിക്കുക. 7ാം പഞ്ചവത്സര പദ്ധതി 1985-നും 90-നും ഇടയ്ക്കാണെന്ന് പറഞ്ഞു. സോ അതിന് തൊട്ടടുത്ത വർഷം 1991 മെയ് 21-ന് രാജീവ് ഗാന്ധിയും വധിക്കപ്പെടുകയാണ്. ഓക്കെ, 1991 മെയ് 21-ന് രാജീവ് ഗാന്ധിയും വധിക്കപ്പെടുകയാണ്. അതിനുശേഷം VP സിംഗ് ആണ് അധികാരത്തിൽ വരുന്നത്. എന്നാൽ അവിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെട്ട് രാജിവെക്കേണ്ടി വന്ന ഇദ്ദേഹത്തിന് ശേഷം ചന്ദ്രശേഖർ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. എന്നാൽ ആ ഗവൺമെന്റും താഴെ വീഴുകയാണ്. അപ്പം ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയൊക്കെ ഉണ്ടായ ഈ ഒരു കാലഘട്ടം, അതായത് 1990-നും 92-നും ഇടയ്ക്ക് ഈ പഞ്ചവത്സര പദ്ധതികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പകരം വാർഷിക പദ്ധതികളാണ് ഉണ്ടായിരുന്നത്. അപ്പം എന്താണ്, 7ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം, എന്താണ് 7ാം പഞ്ചവത്സര പദ്ധതി, അതായത് 1985 1990-ന് ഇടയിൽ നിലനിന്നിരുന്ന 7ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം 1991-ൽ രാജീവ് ഗാന്ധി വധിക്കപ്പെടുകയാണ്. അതിനുശേഷം അധികാരത്തിൽ വരുന്നത് VP സിംഗ് ആണ്. എന്നാൽ അവിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെട്ടതിനാൽ VP സിംഗിന് രാജിവെക്കേണ്ടി വരുന്നു. അതിനുശേഷം ചന്ദ്രശേഖർ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. എന്നാൽ ആ ഗവൺമെന്റും താഴെ വീഴുകയാണ്. സോ ഇത്തരത്തിലൊരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയൊക്കെ ഉണ്ടായ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് 1990-92 വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ പഞ്ചവത്സര പദ്ധതികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പകരം എന്താണ്, വാർഷിക പദ്ധതികളാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. സോ കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം 1990 മുതൽ 92 മാർച്ച് 31 വരെ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? വാർഷിക പദ്ധതിയാണ്. ഏതാണ്? വാർഷിക പദ്ധതിയാണ്. അപ്പോൾ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യത്തെ ഗവൺമെന്റ് ഏതാണ്? അത് VP സിംഗിന്റെ ഗവൺമെന്റ് ആണ്. രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്ന് ഭരണകാര്യങ്ങളിൽ അനിശ്ചിതത്വമൊക്കെ ഉണ്ടാവുകയും തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ PV നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. എന്നാണ് നമ്മൾ പറഞ്ഞു, രാജീവ് ഗാന്ധിയുടെ കൊലപാതകം നടക്കുന്നു. അതിനുശേഷം ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ ഉണ്ടായത് മൂലം വാർഷിക പദ്ധതികളാണ് നടന്നതെന്ന് പറഞ്ഞു. ഇതിനുശേഷം എന്താണ്, ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിൽ വൻ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസിന്റെ PV നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുകയും ചെയ്തു. സോ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ് PV നരസിംഹറാവു. ഈ സമയത്തെ ഇദ്ദേഹത്തിന്റെ ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗുമാണ്. സോ ഈ കാലഘട്ടത്തിൽ 1991 ജൂലൈയിലാണ് പുത്തൻ സാമ്പത്തിക നയം അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. എന്താണ്, PV നരസിംഹറാവു പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന സമയത്ത് തന്നെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇദ്ദേഹത്തിന്റെ ധനകാര്യമന്ത്രിയാകുന്നത്. അതുപോലെ 1991 ജൂലൈയിൽ പുത്തൻ സാമ്പത്തിക നയം അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതും ഇരുവരുടെയും നേതൃത്വത്തിലാണ്. അതായത് വാർഷിക പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. സോ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ. സെക്കൻഡ് വൺ, സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ. തേർഡ് വൺ, ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ. ഏതൊക്കെയാണ്? ഉദാരവൽക്കരണം ലിബറലൈസേഷൻ, സ്വകാര്യവൽക്കരണം പ്രൈവറ്റൈസേഷൻ, ആഗോളവൽക്കരണം ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്? രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തുന്നതാണ് എന്ത്? ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. എന്താണ്? രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തലാണ് ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതുപോലെ മറ്റൊരു ടേമാണ് നവ ഉദാരവൽക്കരണം. എന്താണ് നവ ഉദാരവൽക്കരണം? സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന ഒരു പുത്തൻ സാമ്പത്തിക നയമാണ് നവ ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ഇടയ്ക്ക് നമ്മൾ ഉദാരവൽക്കരണം പ്രാവർത്തികമാക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നവ ഉദാരവൽക്കരണം എന്താണ്? പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരികയാണ്. എന്താണ് നവ ഉദാരവൽക്കരണം? സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയത്തിനെയാണ് നവ ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ആണ് സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുന്നതിനുള്ളൊരു നയമാണ് സ്വകാര്യവൽക്കരണം. ഇതാണ് വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുന്നതിനുള്ളൊരു നയമാണ് സ്വകാര്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിനെ പറയുന്ന ടേമാണ് ആഗോളവൽക്കരണം. ഇതാണ് ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിനെ പറയുന്ന ടേമാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല നിയമങ്ങളും എടുത്തുമാറ്റേണ്ടി വന്നു. അതിൽ പ്രധാനപ്പെട്ട 2 നിയമങ്ങളാണ് MRTP ആക്റ്റും ഫെറാറ്റ് ആക്റ്റും. MRTP ആക്ട് എന്ന് പറയുന്നത് മോണോപോളി റെസ്ട്രിക്ഷൻ ആക്ട് ആണ്. മോണോപോളി റെസ്ട്രിക്ഷൻ ആക്ട് അല്ലെങ്കിൽ MRTP ആക്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്വകാര്യ വ്യവസായങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ളൊരു ആക്റ്റാണ്. അപ്പോൾ അതാണ് സ്വകാര്യ വ്യവസായങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ളൊരു ആക്റ്റാണ് MRTP ആക്ട് അല്ലെങ്കിൽ മോണോപോളി റെസ്ട്രിക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ആക്റ്റാണ് ഫെറ ആക്ട്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? വിദേശ മൂലധന നിക്ഷേപത്തെ നിയന്ത്രിക്കുന്നതിനുള്ളൊരു ആക്റ്റാണ് ഫെറ ആക്ട്. എന്നാണ് വിദേശ മൂലധന നിക്ഷേപത്തെ നിയന്ത്രിക്കുന്നതിനുള്ളൊരു ആക്റ്റാണ് ഫെറ ആക്ട് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള പല ആക്റ്റുകളും നമ്മൾ ദുർബലപ്പെടുത്തുകയും വിദേശ മൂലധനം ഇന്ത്യയിലേക്ക് കൂടുതലായി വരുന്നതിനും പൊതുമേഖലാ വ്യവസായങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നതിനുമുള്ള സാഹചര്യങ്ങൾ 1991 പുത്തൻ സാമ്പത്തിക നയത്തിലൂടെ ഉണ്ടായി. ഇത്തരത്തിൽ ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും നടത്തപ്പെടുകയും ഇവയുടെ ഫലമായി ആഗോളവൽക്കരണം സംഭവിക്കുകയും ചെയ്തു. അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യവസായങ്ങൾക്കായി ആളുകൾ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുവാനായി ഇന്ത്യൻ കമ്പോളം തുറന്നുകൊടുത്തു. ഇവിടെ നിന്ന് തിരിച്ച് പുറത്തേക്ക് വ്യവസായത്തിനായിട്ടും ആളുകൾക്ക് പോകുവാനുള്ള അവസരം ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് ബോട്ട്. എന്താണ് ബോട്ട് എന്ന് പറയുന്നത്? റോഡ്, ബ്രിഡ്ജ് മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചു പിടിക്കുകയും പിന്നീട് അവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബോട്ട് എന്ന് പറയുന്നത്. ബോട്ട് അല്ലെങ്കിൽ ബൂട്ട് എന്നും അതിനെ പറയാറുണ്ട്. ബൂട്ട് മീൻസ് ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. സോ ഇത്തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ എക്സാമ്പിൾ ആണ് ഡൽഹി ഗുഡ്ഗാവ് എക്സ്പ്രസ് വേ. ഏതാണ്? ഡൽഹി ഗുഡ്ഗാവ് എക്സ്പ്രസ് വേ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ടേമാണ് PPP, ട്രിപ്പിൾ P. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്നാണ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അതായത് സർക്കാരും സ്വകാര്യ സംരംഭകരും സംയുക്തമായി ആരംഭിക്കുകയും മുതൽ മുടക്കിനനുസരിച്ച് ലാഭം പങ്കുവെക്കുകയും ചെയ്യുന്ന സംരംഭങ്ങൾ അറിയപ്പെടുന്നതാണ് PPP അല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. സോ ഇതിനൊരു പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് സിയാൽ അല്ലെങ്കിൽ കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. നെക്സ്റ്റ് വരുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. ഇതെന്നാണ് 1992നും 97നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് 8ാം പഞ്ചവത്സര പദ്ധതി നിലനിന്നിരുന്നത്. സോ ഈ കാലഘട്ടത്തിലെ പ്രധാനമന്ത്രിയായിരുന്നത് PV നരസിംഹറാവു ആണ്. ഓക്കെ, ഇപ്പം എന്താണ്? PV നരസിംഹറാവു ആണ് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത്. ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും ആയിരുന്നു. ഓക്കെ, അപ്പോൾ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഈ 8ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പം എന്താണ്? 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈം മിനിസ്റ്റർ PV നരസിംഹറാവു ആണെന്ന് പറഞ്ഞു, ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗു ആണെന്ന് പറഞ്ഞു. സോ ഈ ഒരു പദ്ധതിയെ റാവു മൻമോഹൻ മാതൃക എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതാണ് 8ാം പഞ്ചവത്സര പദ്ധതിയെ റാവു മൻമോഹൻ മാതൃകയെന്നും അതുപോലെ മൻമോഹൻ മോഡൽ മാതൃകയെന്നും ജോൺ W മില്ലർ മാതൃക എന്നീ 3 പേരുകളിൽ അറിയപ്പെടുന്നത് ഏത് പദ്ധതിയാണ്? 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പം എന്താണ്? 8ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഏതൊക്കെ പേരുകളിലാണ്? റാവു മൻമോഹൻ മാതൃക,
അതുപോലെ മൻമോഹൻ മോഡൽ മാതൃക, ദെൻ ജോൺ ഡബ്ല്യു മില്ലർ മാതൃക. ഓക്കെ, അപ്പോൾ ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? മാനവ വികസനം അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റും വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണവും. എന്തൊക്കെയാണ്? മാനവ വികസനം അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റും വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണവുമാണ് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. സോ മാനവ വികസന പദ്ധതിയുടെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം എന്നിവയുടെ വികാസം. എന്തൊക്കെയാണ് മാനവ വികസന പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ? പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജനസംഖ്യാ നിയന്ത്രണം എന്നിവയുടെ വികാസമാണ് മാനവ വികസന പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ PMRY അതായത് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന നടപ്പിലാക്കിയത് ഈ ഒരു പദ്ധതി കാലത്താണ്. അപ്പം എന്താണ് PMRY അല്ലെങ്കിൽ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന നടപ്പിലാക്കിയത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? വിദ്യാസമ്പന്നരായ തൊഴിലില്ലാത്തവർക്കായി സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് PMRY. എന്താണ്? വിദ്യാസമ്പന്നരായ തൊഴിലില്ലാത്തവർക്ക് സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് PMRY അല്ലെങ്കിൽ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. അതുപോലെ 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നിലവിൽ വന്നു. അപ്പം എന്താണ്? 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നിലവിൽ വന്നു. ഇതും 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. എന്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്? ഇന്ത്യയിലെ വലിയ ഓഹരി വിപണിയാണ് അല്ലേ? ഇന്ത്യയിലെ ഒരു വലിയ ഓഹരി വിപണിയാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലാണ്. അപ്പോൾ 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വരുന്നത്. അതുപോലെ 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് സംവിധാനവും നിലവിൽ വന്നു. 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് സംവിധാനവും നിലവിൽ വന്നു. 1993 73ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ്, അതായത് 1993 73ാം ഭരണഘടനാ ഭേദഗതി വഴി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയത്. 29 വിഷയങ്ങളാണ് പഞ്ചായത്ത് രാജ് നിയമത്തിലുള്ളത്. എത്രയാണ്? 29 നിയമങ്ങളാണ് പഞ്ചായത്ത് രാജ് നിയമത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് 11ാം ഷെഡ്യൂളിലാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അവയുടെ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള കാര്യമാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്താണ്? ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അവയുടെ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള കാര്യമാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ 3 തട്ടുകളിലായാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ 3 തട്ടുകളിലായിട്ടാണ് പഞ്ചായത്ത് രാജ് സംവിധാനം നിലനിൽക്കുന്നത്. ഇതിലൂടെ ഭരണം ജനങ്ങളിലേക്ക് അടുപ്പിക്കാനും വികസന പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലെത്തിക്കാനുമാണ് പഞ്ചായത്ത് രാജ് സംവിധാനം വഴി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 1993 74ാം ഭേദഗതി വഴി 12ാം ഷെഡ്യൂളും 74ാം ഭേദഗതി വഴി 1993 തന്നെ മുനിസിപ്പൽ നിയമം അല്ലെങ്കിൽ നഗരപാലിക നിയമവും നടപ്പിലാക്കി. 18 വിഷയങ്ങളാണ് ഈ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നഗരങ്ങളിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു നിയമമാണ് എന്ത്? മുനിസിപ്പൽ നിയമം അല്ലെങ്കിൽ നഗരപാലിക നിയമം എന്ന് പറയുന്നത്. ഇതിലൂടെ നഗരങ്ങളിലെ വികസനത്തിനും ഭരണം കാര്യക്ഷമമാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ എത്തിക്കുന്നതിനും വേണ്ടിയുള്ള നിയമങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? മുനിസിപ്പൽ നിയമം അല്ലെങ്കിൽ നഗരപാലിക നിയമം എന്ന് പറയുന്നത്. സോ ഈ മുനിസിപ്പൽ നിയമം അല്ലെങ്കിൽ നഗരപാലിക നിയമവും അതുപോലെ പഞ്ചായത്ത് രാജ് സംവിധാനവും നിലവിൽ വന്നത് എന്നാണ്? 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. അതുപോലെ ലോക വ്യാപാര സംഘടന അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTOയിൽ ഇന്ത്യ അംഗമായതും ഏത് കാലഘട്ടത്തിലാണ്? 8ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അതായത് 1995 ജനുവരി 1 1995 ജനുവരി 1 ലോക വ്യാപാര സംഘടന അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഇന്ത്യ അംഗമാകുന്നത്. രാഷ്ട്രാന്തര വ്യാപാര നയങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് എന്തെന്ന് പറയുന്നത്? WTO എന്ന് പറയുന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. സോ 1948 ജനുവരി 1 രൂപവത്കരിച്ച ഗാട്ട കരാറാണ് 1995 ജനുവരി 1 WTO ആയി മാറിയതെന്നും കൂടെ ഓർത്തിരിക്കുക. എന്താണ്? WTOയുടെ മുൻഗാമി ഏതാണ്? ഗാട്ട് കരാറാണ്. അപ്പോൾ ഗാട്ട് കരാർ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ആദ്യം രൂപീകരിച്ചത്. അത് 1948 ജനുവരി 1. അത് പിന്നീട് എന്തായിട്ട് മാറി? WTO അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനായിട്ട് 1995 ജനുവരി 1 മാറുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ ആസ്ഥാനം ഏതാണ്?
ജനീവയാണ്. WTOയുടെ ആസ്ഥാനം ജനീവയാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. സോ 8ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാണ്? അത് 5.6%. അതുപോലെ കൈവരിച്ച വളർച്ചാ നിരക്ക് 6.8% അല്ലെങ്കിൽ 6.78%. ഇപ്പോൾ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6%, കൈവരിച്ച വളർച്ചാ നിരക്ക് 6.8% അല്ലെങ്കിൽ 6.78% എന്നുള്ള കാര്യം കൂടി 8ാം പഞ്ചവത്സര പദ്ധതി കാലത്തെ നോട്ടിൽ ഓർത്തിരിക്കണം. നെക്സ്റ്റ് വണ്ണാണ് 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതി 1997നും 2002നും ഇടയിലായിട്ടാണ് നിലനിന്നിരുന്നത്. ഏതാണ്? 1997നും 2002നും ഇടയ്ക്കായിട്ടാണ് 9ാം പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 50ാമത്തെ വാർഷികത്തിൽ നിലവിൽ വന്ന പദ്ധതി കൂടിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. എന്നാണ്? സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ നിലവിൽ വന്ന പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. കൂടാതെ ഒരുപാട് രാഷ്ട്രീയ അനിശ്ചിതത്വമൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കാലം കൂടിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി കാലം എന്ന് പറയുന്നത്. ആദ്യം AB വാജ്പേയി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു. 13 ദിവസത്തേക്കാണ് അദ്ദേഹം ആ ഒരു സമയത്ത് അധികാരത്തിലിരുന്നത്. പിന്നീട് രാജിവെക്കുന്നു. അതിനുശേഷമാണ് HD ദേവഗൗഡയും ഇന്ദർ കുമാർ ഗുജ്റാളും പ്രൈം മിനിസ്റ്ററായിട്ട് വരുന്നത്. അതായത് 1996 മെയ് മാസത്തിൽ PV നരസിംഹറാവുവിൻ്റെ ഭരണകാലാവധി അവസാനിച്ചതിന് ശേഷം 3 വർഷത്തിനുള്ളിൽ രാജ്യം 4 പ്രധാനമന്ത്രിമാരാലാണ് ഭരിച്ചത്. ഒന്ന് വാജ്പേയി, അത് കഴിഞ്ഞ് HD ദേവഗൗഡ, അതിനുശേഷം ഇന്ദർ കുമാർ ഗുജ്റാളും വന്നു. സോ ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? അതായത് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് സാമൂഹിക നീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായിട്ടുള്ള വികസനം. ഏതാണ്? സാമൂഹിക നീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായിട്ടുള്ള വികസനം, അതുപോലെ സ്ത്രീ ശാക്തീകരണം. ഇവ രണ്ടുമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. അതുപോലെ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. എന്തൊക്കെയാണ്? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഉപലക്ഷ്യങ്ങളും. സാമൂഹിക നീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായിട്ടുള്ള വികസനവും സ്ത്രീ ശാക്തീകരണവും പ്രധാന ലക്ഷ്യവുമായിരുന്നു എന്തിൻ്റെ? 9ാം പഞ്ചവത്സര പദ്ധതിയുടെ. കൂടാതെ ഇവ പ്രാധാന്യം കൊടുത്ത മറ്റു മേഖലകൾ ഏതൊക്കെയാണ്? ദരിദ്രർക്ക് ഭവന നിർമ്മാണ സഹായം, കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കൽ, ശുദ്ധജല വിതരണം ലഭ്യമാക്കൽ, പ്രാഥമിക ആരോഗ്യ സൗകര്യം വർദ്ധിപ്പിക്കൽ, പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കൽ, ഗ്രാമങ്ങളെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കൽ. എന്തൊക്കെയാണ്? ദരിദ്രർക്ക് ഭവന നിർമ്മാണ സഹായം, കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കൽ, ശുദ്ധജല വിതരണം ലഭ്യമാക്കൽ, പ്രാഥമികാരോഗ്യ സൗകര്യം വർദ്ധിപ്പിക്കൽ, പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കൽ, ഗ്രാമങ്ങളെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കൽ. ഇവയൊക്കെ 9ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്ത മറ്റു മേഖലകളാണ്. അതുപോലെ 9ാം പഞ്ചവത്സര പദ്ധതിയെ ജനകീയ പദ്ധതി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഒരു പ്രധാന പങ്കുവഹിച്ച ഈ 9ാം പഞ്ചവത്സര പദ്ധതിയെ ജനകീയ പദ്ധതി എന്നും അറിയപ്പെടുന്നുണ്ട്. കൂടാതെ 1998 മെയ് 11, 13 തീയതികളിൽ 2ാം ആണവ പരീക്ഷണം ആര് നടത്തി? ഇന്ത്യ നടത്തിയിരുന്നു. അപ്പം എന്താണ്? 1998 മെയ് 11, 13 തീയതികളിൽ 2ാമത്തെ ആണവ പരീക്ഷണം ഇന്ത്യ നടത്തി. ഓപ്പറേഷൻ ശക്തി എന്നാണ് ആ ഒരു ഓപ്പറേഷൻ്റെ രഹസ്യനാമം. എന്താണ്? ഓപ്പറേഷൻ ശക്തി. അതുപോലെ 1998 മെയ് 17 കുടുംബശ്രീയും ആരംഭിച്ചു. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 1998 മെയ് 17 കുടുംബശ്രീയും ആരംഭിച്ചു. സ്ത്രീ ശാക്തീകരണത്തിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്ത്? കുടുംബശ്രീ എന്ന് പറയുന്നത്. കേരളത്തിലെ നായനാർ സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരാണ് പണം മുടക്കുന്നത്. രാജ്യത്ത് ആദ്യമായി ആരംഭിച്ച പദ്ധതിയായതിനാൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയാണ് മലപ്പുറത്തെത്തി ഈ കുടുംബശ്രീ എന്ന പദ്ധതി ഉദ്ഘാടനവും ചെയ്തത്. സമൂഹ പങ്കാളിത്തത്തോടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ ആവിഷ്കരിച്ചത്. ഇപ്പം എന്താണ്? സമൂഹ പങ്കാളിത്തത്തോടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ 1998 മെയ് 17 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വരുന്നത്. ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ ആരംഭിച്ചതും 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അന്ത്യോദയ, അന്നപൂർണ പോലെയുള്ള പദ്ധതികളാണ് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. അതുപോലെ സ്ത്രീ ശാക്തീകരണം മുഖ്യ ലക്ഷ്യമാക്കി രൂപം കൊണ്ട പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. എന്താണ്? സ്ത്രീ ശാക്തീകരണം മുഖ്യ ലക്ഷ്യമായി രൂപം കൊണ്ട പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിനായുള്ള സർവശിക്ഷ അഭിയാൻ SSA 2001 ആരംഭിച്ചു. എന്നാണ്? പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിനായിട്ടുള്ള സർവശിക്ഷ അഭിയാൻ എന്ന SSA 2001 അതായത് ഈ 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ചത്. അതുപോലെ ഭീകരവാദം തടയുന്നതിനായി ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് പോട്ട, അതായത് പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്. പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് എന്ന് പറയുന്ന പോട്ട 2002 മാർച്ച് 28 നിലവിൽ വന്നത്. അതും 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ 9ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാണ്? അത്
അത് 6.5%. കൈവരിച്ച വളർച്ചാ നിരക്ക് 5.4%. അപ്പോൾ എന്താണ് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 6.5%, കൈവരിച്ച വളർച്ചാ നിരക്ക് എത്രയാണ് 5.4% എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. നെക്സ്റ്റ് വണ്ണാണ് 10ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എങ്ങനെയാണ്? 2002 മുതൽ 2007 വരെയാണ്. അപ്പോൾ 2002 മുതൽ 2007 വരെയുള്ള 5 വർഷ കാലയളവാണ് 10ാം പഞ്ചവത്സര പദ്ധതി നിലനിന്നിരുന്നത്. കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് ഇത് 10ാം പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. സോ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, തൊഴിൽ വേതനം എന്നിവയിലെ ലിംഗവിവേചനം കുറയ്ക്കുക, മാതൃ ശിശുമരണ നിരക്ക് കുറയ്ക്കുക, സാക്ഷരതാ നിലവാരം ഉയർത്തുക, ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക, ജലസ്രോതസ്സുകൾ നവീകരിക്കുക. എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, തൊഴിൽ വേതനം എന്നിവയിലെ ലിംഗവിവേചനം കുറയ്ക്കുക, മാതൃ ശിശുമരണ നിരക്ക് കുറയ്ക്കുക, സാക്ഷരതാ നിലവാരം ഉയർത്തുക, ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക, ജലസ്രോതസ്സുകൾ നവീകരിക്കുക. സോ ഇത്രയും ലക്ഷ്യങ്ങളാണ് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിലുണ്ടായിരുന്നത്. അതുപോലെ ഓരോ വർഷത്തിലും 8% GDP വളർച്ചാ നിരക്ക് കൈവരിക്കുക, ഉയർന്ന നിലവാരത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയും 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. എന്താണ്? ഓരോ വർഷത്തിലും 8% GDP വളർച്ചാ നിരക്ക് കൈവരിക്കുക, ഉയർന്ന നിലവാരത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയും ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. സോ അതുപോലെ തന്നെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ദേശീയ ആരോഗ്യ മിഷൻ, അതായത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ചതും 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സോ ഈ പദ്ധതിയുടെ തുടക്കകാലത്ത് വാജ്പേയി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. അതിനുശേഷം മൻമോഹൻ സിംഗ് അധികാരത്തിൽ വരികയാണ് ഉണ്ടായത്. അപ്പോൾ 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് നമ്മൾ പറഞ്ഞു 2002 മുതൽ 2007 വരെയാണെന്ന് പറഞ്ഞു. സോ ഈ പദ്ധതിയുടെ തുടക്കകാലത്ത് വാജ്പേയി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. എന്നാൽ അതിൻ്റെ അവസാനമായപ്പോഴേക്കും മൻമോഹൻ സിംഗ് അധികാരത്തിൽ വരികയാണ് ഉണ്ടായത്. അതുപോലെ 10ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാണ്? അത് 8.1%. കൈവരിച്ച വളർച്ചാ നിരക്ക് 7.7% അല്ലെങ്കിൽ 7.6%. അപ്പം എന്താണ്? 10ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 8.1%, കൈവരിച്ച വളർച്ചാ നിരക്ക് 7.7% അല്ലെങ്കിൽ 7.6% എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ നെക്സ്റ്റ് വണ്ണാണ് 11ാം പഞ്ചവത്സര പദ്ധതി. 11ാം പഞ്ചവത്സര പദ്ധതി 2007 2012 ഇടയിലായിട്ട് നിലനിന്നിരുന്നതാണ്. 11ാം പഞ്ചവത്സര പദ്ധതി 2007 2012 ഇടയ്ക്കായിട്ടാണ് നിലനിന്നിരുന്നത്. സോ ഈ ഒരു പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? സി രംഗരാജനാണ്. എന്താണ്? സി രംഗരാജനാണ് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയത്. സോ ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളർച്ച. എന്താണ്? എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച അല്ലെങ്കിൽ സമഗ്രതല സ്പർശിയായ വികസനം. ഇതിനെ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നും അറിയപ്പെടുന്നു. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ള ലക്ഷ്യം എന്തിനുള്ളതാണ്? 11ാം പഞ്ചവത്സര പദ്ധതി കാലത്തുള്ളതാണ്. അതുപോലെ ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പദ്ധതിയും ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പദ്ധതി ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പാസ്സാക്കിയിരുന്നു. എന്താണ്? വിദ്യാഭ്യാസ അവകാശ നിയമം. എന്താണ്? RT ആക്ട് പാസ്സാക്കിയത് എന്നാണ്? 2009. സോ ഈ RT ആക്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവകാശ നിയമം 2010 ഏപ്രിൽ 1 നിലവിൽ വരുന്നത്. അപ്പോൾ 2010 ഏപ്രിൽ 1 RT ആക്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവകാശ നിയമം അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വരുന്നത് എന്നാണ്? 2010 ഏപ്രിൽ 1. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കി മാറ്റണം. അതുപോലെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുകയും വേണം. എന്തൊക്കെയാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കി ഏത് നിയമമാണ് മാറ്റുന്നത്? RT ആക്ട് മാറ്റുന്നു. എന്നിട്ട് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതുപോലെ ആധാർ പദ്ധതി, ആം ആദ്മി ബീമ യോജന എന്നിവ നടപ്പിലാക്കിയതും 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അതുപോലെ 11ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് എത്രയാണ്? അത് 9%. എത്രയാണ്? 9% 11ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക്. അതേസമയം കൈവരിച്ച വളർച്ചാ നിരക്ക് എത്രയാണ്? അത് 8% അല്ലെങ്കിൽ 8.2%. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് 8% സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ ആദ്യമായിട്ടാണ് 8% സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത്. ആകെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് നേടിയ പദ്ധതി ഏതാണ്? അത് 11ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. അതേസമയം ഏറ്റവും കുറവ് വളർച്ചാ നിരക്ക് ഏതാണ്? അത് 3ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക.
ഇനി നെക്സ്റ്റ് വണ്ണാണ് 12ാം പഞ്ചവത്സര പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെയുള്ള 5 വർഷ കാലയളവിലാണ് 12ാം പഞ്ചവത്സര പദ്ധതി നടന്നത്. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും അവസാനത്തെ പദ്ധതി എന്നറിയപ്പെടുന്ന ഏതാണ്? ഈ 12ാം പഞ്ചവത്സര പദ്ധതിയാണ്. സോ ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? സുസ്ഥിര വികസനം, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതുപോലെ ത്വരിതഗതിയിലുള്ള വളർച്ച അല്ലെങ്കിൽ ഫാസ്റ്റർ ഗ്രോത്ത്, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള വളർച്ച അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഇപ്പം എന്താണ് 12ാം പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ത്വരിതഗതിയിലുള്ള വളർച്ച, ഫാസ്റ്റർ ഗ്രോത്ത്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച, ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഇതിലെന്താണ് സുസ്ഥിര വികസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു സമീപനമാണ് സുസ്ഥിര വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് സുസ്ഥിര വികസനം? വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനത്തെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സുസ്ഥിര വികസനം എന്ന് പറയുമ്പോൾ എന്താണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കാതൽ എന്താണ്? പ്രകൃതി വിഭവങ്ങൾ ഒരു തലമുറയ്ക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല, വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. എന്താണ്? പ്രകൃതി വിഭവങ്ങൾ ഒരു തലമുറയ്ക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല, മറിച്ച് വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നതാണ് സുസ്ഥിര വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സുസ്ഥിര വികസനത്തെ പറ്റി പഠിക്കാൻ UNWCED സ്ഥാപിച്ച ഒരു കമ്മീഷനുണ്ട്. അതാണ് ബ്രണ്ടറ്റ്ലാൻഡ് കമ്മീഷൻ. എന്താണ് ബ്രണ്ടറ്റ്ലാൻഡ് കമ്മീഷൻ? അപ്പോൾ ഈ കമ്മീഷൻ്റെ ചെയർമാനാണ് ഹാർലം ബ്രണ്ടറ്റ്ലാൻഡ്. ആരാണ്? ഹാർലം ബ്രണ്ടറ്റ്ലാൻഡ് ആണ് ഇതിൻ്റെ ചെയർമാൻ. സോ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു കമ്മീഷനും അറിയപ്പെടുന്നത്. ഏത് കമ്മീഷനാണ്? ബ്രണ്ടറ്റ്ലാൻഡ് കമ്മീഷൻ. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സുസ്ഥിര വികസനത്തെ പറ്റി പഠിക്കുന്ന ഒരു കമ്മീഷനാണ്. അപ്പം അവർ കോമൺ ഫ്യൂച്ചർ എന്നറിയപ്പെടുന്ന കമ്മീഷനും ഏത് തന്നെയാണ്? ബ്രണ്ടറ്റ്ലാൻഡ് കമ്മീഷനാണ്. അപ്പോൾ അതാണ് അവർ കോമൺ ഫ്യൂച്ചർ എന്നറിയപ്പെടുന്ന കമ്മീഷനും ഏത് തന്നെയാണ്? ബ്രണ്ടറ്റ്ലാൻഡ് കമ്മീഷനാണ്. അതുപോലെ 12ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാണ്? അത് 8%. 8% വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടെങ്കിലും കൈവരിക്കാൻ കഴിഞ്ഞത് 6 മുതൽ 6.5% കൈവരിക്കാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ 12ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയ സമയത്ത് പ്രൈം മിനിസ്റ്റർ ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. 2014 ഇദ്ദേഹത്തിൻ്റെ ഭരണകാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വരികയും 2014 ഓഗസ്റ്റിൽ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ഒരു സ്പീച്ചിൽ അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കുകയാണെന്നും അതിനു പകരമായി നീതി ആയോഗ് എന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നൊരു പ്രോഗ്രാം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അങ്ങനെ 12 പഞ്ചവത്സര പദ്ധതികൾ ഉൾപ്പെട്ട പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ ഇതോടെ അവസാനിക്കുകയും ചെയ്തു. സോ 12 പഞ്ചവത്സര പദ്ധതികളാണ് ആകെ ആസൂത്രണ കമ്മീഷനിൽ ഉൾപ്പെടുന്നതെന്ന് ഓർത്തിരിക്കുക. അതിനുശേഷം വന്ന പദ്ധതി ഏതാണ്? നീതി ആയോഗാണ്. ഇത് ആരുടെ നേതൃത്വത്തിലാണ് വന്നത്? ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് വന്നതെന്നും ഓർത്തിരിക്കുക. സോ ഇത്രയുമാണ് നമുക്ക് പഞ്ചവത്സര പദ്ധതികളെ പറ്റിയിട്ട് പറയാനുള്ളത്. ഡോക്ടർ മൻമോഹൻ സിംഗും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ടോപ്പിക്സുകൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ബാക്കി പോയിന്റ്സ് നമുക്ക് നെക്സ്റ്റ് വരുന്ന വീഡിയോസിലായിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷുവറായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.